പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഓക്കെ. ഓക്കെ. ഇത് ബിലിറൂബിനും അയൺ ആണ് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മളെ എറിത്രോസൈറ്റ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രണ്ട് കണ്ടന്റുകളാണ് ബിലിറൂബിനും അയണും വരുന്നത്. ഓക്കെ, ഇത് എന്നിട്ട് എവിടേക്ക് പാസ് ചെയ്യും? ലിവറിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഏതാണ് നമ്മൾ ആ മൂന്നാമത്തെ പോയിന്റ്? നമ്മളെ സ്പ്ലീനിന്റെ ഫംഗ്ഷൻസിൽ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത് വെച്ചെങ്കിൽ നമ്മളെ RBC മെച്ചുർ ആവും. RBC മെച്ചുർ ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രക്ഷൻ സംഭവിക്കും അല്ലെ. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നാശം സംഭവിക്കും. എന്നിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. പൊട്ടിപ്പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ചയിലെത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഉണ്ടാവുന്ന കോമ്പോണൻസ് ആണ് ഏതൊക്കെ? ബിലിറൂബിനും ഉണ്ടാവും, അയൺ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇത് എവിടേക്ക് എത്തും? ലിവറിലേക്ക് പാസ് ചെയ്യും. ഈ അയൺ ഒക്കെ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമാണ്. അയൺ നമ്മളിപ്പോ ബ്ലഡിന്റെ ഹീമോഗ്ലോബിൻ ബ്ലഡ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെയാണ് കഴിക്കുക അല്ലെ. അയണും ബിലിറൂബിനും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ RBC പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രണ്ട് കമ്പോണൻസ് ആണ് ബിലിറൂബിനും അയണും. ഇത് എന്നിട്ട് ബിലിറൂബിനും അയണും എവിടേക്ക് പാസ് ചെയ്യും? ലിവറിലേക്ക് പാസ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് അതാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് സ്പ്ലീനിലെ എന്തും കൂടി ഫോം ചെയ്യുന്നുണ്ട്? ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ബ്ലഡും RBC മാത്രമല്ല, ലിംഫോസൈറ്റും എവിടെ വെച്ചിട്ട് ഫോം ചെയ്യുന്നുണ്ട്? സ്പ്ലീനിൽ വെച്ചിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഫോറിൻ പാർട്ടിക്കിൾസ്, ടോക്സിൻസ്, ബാക്ടീരിയനൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് സ്പ്ലീൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. സ്പ്ലീൻ ഓൾസോ പ്രൊഡ്യൂസസ് ആന്റിബോഡീസ്. സ്പ്ലീൻ എന്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് എന്ത് കിട്ടും? ഇമ്മ്യൂണിറ്റി കൂടും അല്ലെ, രോഗപ്രതിരോധം കൂടും. ഇനി മെയിൻ ആയിട്ട് വരുന്ന ലിംഫാറ്റിക് ഡക്റ്റുകളാണ് പറയുന്നത്. ലിംഫാറ്റിക് ഡക്ട്. There are two main lymphatic ducts. രണ്ട് തരത്തിലുള്ള മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ലിംഫാറ്റിക് ഡക്റ്റുകൾ വരുന്നുണ്ട്. which collect lymph from whole body and return into blood. അതായത് there are two main lymphatic ducts. രണ്ട് തരത്തിലുള്ള മെയിൻ ലിംഫാറ്റിക് ഡക്റ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാ? റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് വരുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്. അങ്ങനെ രണ്ട് മെയിൻ ലിംഫാറ്റിക് ഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. വിച്ച് കളക്ട് ലിംഫ് ഫ്രം ഹോൾ ബോഡി. ഈ ലിംഫാറ്റിക് ഡക്റ്റുകൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഹോൾ ബോഡി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് എല്ലാ ഭാഗത്തു നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും തിരിച്ച് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? റിട്ടേൺഡ് റിട്ടേൺ ഇൻ ടു ബ്ലഡ് എന്ന് എന്നിട്ട് വീണ്ടും ഈ ലിംഫിനൊക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ബ്ലഡിലേക്ക് എത്തിക്കുന്നുണ്ട്. മെയിൻ റിട്ടേൺ റിട്ടേൺ ആണ് കേട്ടോ. അത് തെറ്റാണ്. ഓക്കെ, റിട്ടേൺ ആണ് കേട്ടോ. RETURN, റിട്ടേൺ. കിട്ടിയോ സ്പെല്ലിങ്? RETURN, റിട്ടേൺ എന്നാണ് കേട്ടോ. റിട്ടേൺ ഇൻ ടു ബ്ലഡ്, തിരിച്ച് വീണ്ടും ബ്ലഡിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയോ? ഒന്നും കൂടി പറയാം കേട്ടോ. ലിംഫാറ്റിക് ഡക്റ്റ്, there are two main ലിംഫാറ്റിക് ഡക്റ്റ് ഉണ്ട്. മെയിൻ ആയിട്ട് രണ്ട് ലിംഫാറ്റിക് ഡക്റ്റ് വരുന്നുണ്ട്. വിച്ച് കളക്ട് ലിംഫ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ലിംഫിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും, ഓൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് റിട്ടേൺ ഇൻ ടു ബ്ലഡ്, വീണ്ടും തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ ഈ ലിംഫിനെ എത്തിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ ആ പോയിന്റ്? ക്ലിയർ ആയി. ഇനി നമ്മൾ പറയുന്നത് രണ്ട് തരത്തിൽ ലിംഫാറ്റിക് ഡക്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്. റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് റിസീവ്സ് ലിംഫ് ഫ്രം റൈറ്റ് ജുഗുലാർ ട്രങ്ക്. ജുഗുലാർ ട്രങ്ക് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുവരെ കേൾക്കാത്ത വേർഡാണ് അല്ലേ?
റൈറ്റ് ജുഗുലാർ ട്രങ്ക് എന്നത് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൈമുഖത്തെ പിക്ചർ കാണുന്നത്. റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് ഒന്ന് കൂടി നോക്കൂ. ഇത് റിസീവ്സ് ലിംഫ്. ഇത് എവിടുന്ന ലിംഫിനെ കളക്ട് ചെയ്യുന്ന വെച്ചാല് ഇത് റിസീവ്സ് ലിംഫ് ഫ്രം റൈറ്റ് ജുഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് ഇത് എവിടേക്ക് എത്തിക്കുന്നത്? റൈറ്റ് സൈഡ് ഓഫ് ഹെഡിന്റെ റൈറ്റ് സൈഡിലേക്കും നെക്കിലേക്കും റൈറ്റ് ആമിലേക്കും ഒക്കെ എത്തിക്കുന്നുണ്ട്. ദീസ് ഡക്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് റൈറ്റ് സെബാക്ലേവിയൻ വെയിൻ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഈ ഡക്ട് എന്ന് പറയുന്നത് ഏത് ഡക്ട്? നമ്മുടെ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തായാലും ഇടപഴകുക എന്നുള്ള അർത്ഥം അല്ലെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആരേനായിട്ട്? വിത്ത് റൈറ്റ് സെബാക്ലേവിയൻ വെയിൻ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള റൈറ്റ് സെബാക്ലേവിയൻ വെയിനായിട്ട് നമ്മുടെ ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള ഭാഗം തന്നെയാണ് ജുഗുലാർ ട്രങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതില് കാണിക്കുന്നുണ്ട് നോക്കട്ടെ. സെബാക്ലേവിയൻ വെയിൻ എന്ന് പറയാം. അത് ഈ വേർഡും വരുന്നുണ്ട്. സെബാക്ലേവിയൻ വെയിൻ എന്ന് പറഞ്ഞ പിക്ചറിൽ കണ്ടോ നിങ്ങൾ? സെബാക്ലേവിയൻ വെയിൻ, റൈറ്റ് സെബാക്ലേവിയൻ വെയിനും വരുന്നുണ്ട്, ലെഫ്റ്റ് സെബാക്ലേവിയൻ വെയിനും വരുന്നുണ്ട്. കണ്ടോ? റൈറ്റ് സെബാക്ലേവിയൻ വെയിനും വരുന്നുണ്ട്, ലെഫ്റ്റ് സെബാക്ലേവിയൻ വെയിനും വരുന്നുണ്ട്. ജുഗുലാർ ട്രങ്ക് എന്ന് പറയുന്ന കഴുത്തിന്റെ ഈ പോർഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ജുഗുലാർ ട്രങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ജുഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് അതൊന്ന് ഡക്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റിന്റെ ധർമ്മം എന്താന്ന് പറയുന്നത്? അതെന്താ ചെയ്യുന്ന വെച്ചാല് റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് റിസീവ് ലിംഫ് ഫ്രം എവിടുന്നാ ലിംഫിനെ സ്വീകരിക്കുന്നത്? റൈറ്റ് ജുഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ സ്വീകരിച്ചിട്ട് ഇത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്?
റൈറ്റ് സൈഡ് ഓഫ് ഹെഡിന്റെയും നെക്കിന്റെയും പിന്നെ റൈറ്റ് ആമിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. അതായത് ഹെഡിന്റെ റൈറ്റ് സൈഡിലേക്കും നെക്കിലേക്കും റൈറ്റ് ആമിലേക്കൊക്കെ എന്ത് എത്തിക്കുന്നുണ്ട്? നമ്മുടെ ലിംഫിനെ എത്തിക്കുന്നുണ്ട്. ഓക്കെ, ആ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് ഒന്നും കൂടി നോക്കിക്കോളോ. ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിസീവ് ലിംഫ് ഫ്രം, ഇതെന്ത് ചെയ്യുന്നുണ്ട്? ലിംഫിനെ എവിടുന്ന് സ്വീകരിച്ചിട്ട്, അതായത് റൈറ്റ് ജുഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ സ്വീകരിച്ചിട്ട് ഇത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ലിംഫിനെ ഹെഡിന്റെ റൈറ്റ് സൈഡിലേക്കും നെക്കിലേക്കും റൈറ്റ് ആമിലേക്കും ഒക്കെ എന്തെത്തിക്കുന്നുണ്ട്? നമ്മളെ ലിംഫിനെ ജുഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ സ്വീകരിച്ചിട്ട് ഇത് ഹെഡിന്റെ റൈറ്റ് സൈഡിലേക്കും നെക്കിലേക്കും റൈറ്റ് ആമിലേക്കും ഒക്കെ എത്തിക്കുന്നുണ്ട്. അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് ആരേനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? റൈറ്റ് സെബാക്ലേവിയൻ വെയിൻ നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലെ പിക്ചറിലെ. അപ്പൊ ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് ആരേനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള റൈറ്റ് സബ്ക്ലേവിയൻ വെയിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. This duct communicates with the right subclavian vein of circulatory system. Okay. അതായത് നമ്മുടെ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട്, ഓക്കെ, റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആരേനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? റൈറ്റ് സബ്ക്ലേവിയൻ വെയിനായിട്ട്. ഈ റൈറ്റ് സബ്ക്ലേവിയൻ വെയിൻ എവിടെയുള്ളത്? സർക്കുലേറ്ററി സിസ്റ്റത്തിൽ അല്ലെ. സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള സബ്ക്ലേവിയൻ വെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇത്രയും ക്ലിയർ. ഇനി ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് നോക്കാം. ഈ തൊറാസിക് ഡക്ട് എന്ന് പറയുന്നതും ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നതും ക്ലിയർ ആണ്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നതും തൊറാസിക് ഡക്ട് എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. ഇറ്റ് ഈസ് എ മെയിൻ കളക്ടിങ് ഡക്ട് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മെയിൻ കളക്ടിങ് ഡക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് ആണ്. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ മെയിൻ കളക്ടിങ് ഡക്ട് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മെയിൻ കളക്ടിങ് ഡക്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് ആണ്. വിച്ച് റിസീവ് ലിംഫ് ഫ്രം, ഇത് എവിടെ നിന്നാണ് ലിംഫിനെ സ്വീകരിക്കുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് ഹെഡ്, നെക്ക്, ചെസ്റ്റ്, ലെഫ്റ്റ് അപ്പർ ആൻഡ് എൻറ്റയർ ബോഡി ബിലോ റിബ്സ്. ഓക്കെ, എന്നിട്ട് ഇത് എവിടെ നിന്നൊക്കെയാണ് ഇത് നമ്മുടെ ലിംഫിനെ സ്വീകരിക്കുന്നത്? അതാണ് പറയുന്നത് കേട്ടോ. വിച്ച് റിസീവ് ലിംഫ് ഫ്രം, ഇത് ലിംഫിനെ സ്വീകരിക്കുന്നുണ്ട് എവിടെ നിന്നുള്ള, അതായത് ഈ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് ലിംഫിനെ സ്വീകരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എവിടെ നിന്നൊക്കെയാണ് ലിംഫിനെ സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ് സ്വീകരിക്കുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ഹെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, നെക്കിൽ നിന്ന്, ചെസ്റ്റിൽ നിന്ന്, ലെഫ്റ്റ് അപ്പർ എൻഡിൽ നിന്നും ആൻഡ് എൻറ്റയർ ബോഡി ബിലോ റിബ്സ്. ഓക്കെ, അതായത് റിബ്സിന്റെ അടിഭാഗത്തുള്ള എല്ലാ ഭാഗത്തുനിന്നും. നമ്മൾ ഇന്നലെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർമ്മയില്ലേ? ആ റിബ്സിന്റെ അടിഭാഗത്ത് ആ കളർ ഹോൾ ബോഡി വരുന്നുണ്ട് അല്ലെ, ആ ഭാഗം എൻറ്റയർ ബോഡി ബിലോ ലിപ്സിന്റെ അടിഭാഗത്തു നിന്നുള്ള എൻറ്റയർ ബോഡി എന്നൊക്കെ ലിംഫിനെ കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആരാ ലിംഫിനെ കളക്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് അല്ലെ. പിന്നെന്താ പറയുന്നത്? ദിസ് ഡക്ട് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിൻ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഈ നമ്മുടെ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് ആരേനായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിൻ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നും കൂടി പറയണോ അത്? ഒന്നും കൂടെ റിപ്പീറ്റ് പറയാം.
മെയിൻ ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ മെയിൻ ലിംഫാറ്റിക് ഡക്ട് വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെ വരുന്നത്? റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്. ഓക്കെ, മെയിൻ ലിംഫാറ്റിക് ഡക്റ്റില് നമ്മൾ നോക്കാം എന്താ പറയുന്നത്. ദർ ആർ ടു മെയിൻ ലിംഫാറ്റിക് ഡക്ട് ഉണ്ട്, രണ്ട് തരത്തിലുള്ള ലിംഫാറ്റിക് ഡക്ട് വരുന്നുണ്ട്. വിച്ച് കളക്ട് ലിംഫ് ഫ്രം ഹോൾ ബോഡി. ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് അത് തിരിച്ചു വന്നിട്ട് എവിടേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്? ബ്ലഡിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്നുണ്ട്. പിന്നെ ഈ മെയിൻ ലിംഫാറ്റിക് ഡക്ട് രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെ വരുന്നത്? റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്. റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറഞ്ഞാൽ ഇത് റിസീവ്സ് ലിംഫ് ഫ്രം, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ലിംഫിനെ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് എന്താ ചെയ്യുന്നത്? ഇത് ലിംഫിനെ സ്വീകരിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെ? റൈറ്റ് ജഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ സ്വീകരിച്ചിട്ട്. ഓക്കെ, അതായത് റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് എന്താ ചെയ്യുന്നത്? നമ്മളെ ജഗുലാർ ട്രങ്കിൽ നിന്നും, റൈറ്റ് ജഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ സ്വീകരിച്ചിട്ട് അത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ആ ലിംഫിനെ നമ്മുടെ ഹെഡിന്റെ റൈറ്റ് സൈഡിലേക്കും നെക്കിലേക്കും റൈറ്റ് ആമിലേക്കും എത്തിക്കുന്നുണ്ട്, റൈറ്റ് ആമിലേക്കും എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആരേനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള റൈറ്റ് സബ്ക്ലേവിയൻ വെയിനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇടപഴകുന്നുണ്ട് അല്ലെ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് റൈറ്റ് സബ്ക്ലേവിയൻ വെയിൻ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള റൈറ്റ് സബ്ക്ലേവിയൻ വെയിനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് ഒന്നും കൂടി പറയാം. ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ടിനെയാണ് ഈ തൊറാസിക് ഡക്ട് എന്ന് പറയുന്നത് അല്ലെ. ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് ആണ് കൂടുതലുള്ളത്. ആ പിക്ചറിൽ കണ്ടോ നിങ്ങൾ? ഇത്രയും പോർഷനിൽ ആദ്യത്തെ കുറച്ച് പോർഷനിൽ മാത്രമാണ് റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് ലിംഫിന്റെ സപ്ലൈ ഉണ്ടാവുന്നുള്ളൂ അല്ലെ. തൊറാസിക് ഡക്റ്റിനെയാണ് നമ്മുടെ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ? തൊറാസിക് ഡക്റ്റിന്റെ പിക്ചർ കണ്ടില്ലേ? ആ ബ്ലൂ കളർ അവസാനിക്കുന്ന ആ ഭാഗമാണ് റിബ്സിന്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ റിബ്സിന്റെ അടിഭാഗം മുതൽക്ക് തൊട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ തൊറാസിക് ഡക്ട് ലിംഫിനെ ഇതാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒന്നും കൂടി പറയാതെ, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറഞ്ഞാൽ അതിന് തൊറാസിക് ഡക്റ്റിന് തന്നെയാണ് ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെയിൻ കളക്ടിങ് ഡക്ട് എന്ന് പറയുന്നത് മെയിൻ കളക്ടിങ് ഡക്ട് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള കളക്ടിങ് ഡക്ട് ആണ് ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നത്. വിച്ച് റിസീവ് ലിംഫ് ഫ്രം, ഇത് എവിടെ നിന്നൊക്കെയാണ് ലിംഫിനെ സ്വീകരിക്കുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് ഹെഡ്, ലെഫ്റ്റ് സൈഡ് ഓഫ് ഹെഡിൽ നിന്നും നെക്കിൽ നിന്നും ചെസ്റ്റിൽ നിന്നും പിന്നെന്താ പറയുന്നത്? ലെഫ്റ്റ് അപ്പർ എൻഡ്. ഓക്കെ, ലെഫ്റ്റ് അപ്പർ എൻഡിൽ നിന്നും പിന്നെന്താ പറയുന്നത്? ആൻഡ് എൻറ്റയർ ബോഡി, ലെഫ്റ്റ് അപ്പർ എൻഡിൽ നിന്നും പിന്നെന്താണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും പിന്നെന്താ പറയുന്നത്? ബിലോ റിബ്സിന്റെ അടിഭാഗത്തു നിന്നുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും എന്തിനെ കളക്ട് ചെയ്യുന്നുണ്ട്? ലിംഫിനെ സ്വീകരിക്കുന്നുണ്ട്. വിച്ച് റിസീവ് ലിംഫ് ഫ്രം എന്നാ പറയുന്നത് അല്ലെ. ഈ ഭാഗത്തു നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലിംഫിനെ സ്വീകരിക്കുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ദിസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിൻ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അതായത് നമ്മുടെ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് എന്ന് പറയുന്നത് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങൾ അല്ലെ. ദ ലിംഫാറ്റിക് സിസ്റ്റം ആക്ട് ആസ് എ ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ബിറ്റ്വീൻ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ആൻഡ് സെൽസ്. ഓക്കെ, അതായത് വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബ്ലഡ് വെസൽസ് ആണ് അല്ലെ. വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓക്കെ, ലിംഫാറ്റിക് സിസ്റ്റം എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്ട് ആസ് എ ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആർക്കിടയില്? ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ആൻഡ് സെൽസ്. അതായത് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിന്റെയും സെൽസിനും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ലിംഫാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി പറയാം. ലിംഫാറ്റിക് സിസ്റ്റം ആക്ട് ആസ് ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബിറ്റ്വീൻ ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ആൻഡ് സെൽസ്. അതായത് നമ്മുടെ രക്തക്കുഴലുകൾക്കിടയിലും സെൽസിനിടയിലും
ഒരു ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് ലിംഫാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ലിംഫ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ലിംഫോസൈറ്റ്. ലിംഫ് ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിംഫ് ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻ, ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂസ് ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദി സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ. അതായത് ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രീഷൻ ടു ടിഷ്യൂ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻ ടു ടിഷ്യൂ, ടിഷ്യൂസിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് എങ്ങനെ? ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദി സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ. ഓക്കെ, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഇത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? എക്സ്ക്രീഷൻ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസിനൊക്കെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ ടിഷ്യൂസിലേക്കും എത്തിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ്. ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ന്യൂട്രിയൻസിനെ എല്ലാ ടിഷ്യൂസിലേക്കും ആരേനെ എത്തിക്കുന്നുണ്ട്? ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദി സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ നടക്കുക, അതായത് ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫ്രം ദ സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ, എന്നിട്ട് അതിനെ എവിടേക്ക് എത്തിക്കും? വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ കളക്ട് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? അതിന്റെ സൈറ്റ് ഓഫ് എക്സ്ക്രീഷന്റെ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ന്യൂട്രിയൻസിനെ എല്ലാ ടിഷ്യൂസിലേക്കും എത്തിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് തേർഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ലിംഫോസൈറ്റ്സ് പ്രൊട്ടക്ട് ദ ബോഡി. ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ദി ബോഡി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, നമ്മുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ് ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ദ ബോഡി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനിൽ നിന്നും നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? ലിംഫോസൈറ്റ്സ് സഹായിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ലിംഫോസൈറ്റ്സ് പ്രൊട്ടക്ട് ദി ബോഡി. ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? എവിടെ നിന്നും? ബോഡി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനിൽ നിന്നും നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫോസൈറ്റ്സ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ. ഇറ്റ് അബ്സോർബ്സ് ഫാറ്റ് ഫ്രം ദി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദി സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്ത് എത്തിയിട്ടുണ്ടാവും? ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് അല്ലെ, ദഹിച്ച ഫുഡ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തിയിട്ടുണ്ടാവും. ഇവിടെ നിന്നും നമ്മുടെ ഫാറ്റിനെ അബ്സോർബ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് അബ്സോർബ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്തിനെ? ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന്? ഡൈജസ്റ്റഡ് ഫുഡ്, ഡൈജസ്റ്റ് ചെയ്ത ദഹിച്ച ഫുഡിൽ നിന്നും. ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും, അതായത് ദഹിച്ച ഫുഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും സ്മോൾ ഇൻഡസ്റ്റൈനിലെ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും ഫാറ്റിനെ അബ്സോർബ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റം ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസ് ടു കൗണ്ടർ ദി ഇൻഫെക്ഷൻ. ഓക്കെ, ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തുണ്ട്? ധാരാളം ആന്റിബോഡീസ് ഉണ്ട്. ഓക്കെ, ടു കൗണ്ടർ ദി ഇൻഫെക്ഷൻ. ഇത് നമ്മളെ എന്തെന്ന് രക്ഷിക്കുന്നുണ്ട്? ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റം ഈസ് റിച്ച് സപ്ലൈ ഇൻ ആന്റിബോഡീസ്. ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ ബോഡിക്ക് വേണ്ട അത്രയും റിച്ച് ആയിട്ടുള്ള ആന്റിബോഡീസ് തരുന്നുണ്ട്. കൂടുതൽ ആന്റിബോഡീസ് നമ്മുടെ ബോഡിക്ക് തരുന്നത് ആരാണ്? ലിംഫാറ്റിക് സിസ്റ്റം ആണ്. അപ്പൊ ഈ ലിംഫാറ്റിക് സിസ്റ്റം ആന്റിബോഡി തരുമ്പോ എന്തുണ്ടാവും? നമുക്ക് ഇൻഫെക്ഷനെ എതിർക്കാനായിട്ട് പറ്റും. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഒന്നും കൂടി നോക്കാം കേട്ടോ. ആദ്യം തൊട്ട് നോക്കാം. നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. ലിംഫാറ്റിക് സിസ്റ്റം
ചാപ്റ്റർ ആദ്യം തൊട്ട് ഒന്നും കൂടി പറഞ്ഞു നോക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. ലിംഫാറ്റിക് സിസ്റ്റം ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നായിട്ടുള്ള, തിന്നാൻ എന്താ കനം കുറഞ്ഞ വാട്ടറി ആയിട്ടുള്ള ഒരു ക്ലിയർ മോഡിഫൈഡ് ടിഷ്യൂ ആണ് ലിംഫ് എന്ന് പറയുന്നത്. ഇത് വിച്ച് ഈസ് ഫോംഡ് ബൈ ദി പാസേജ് സബ്സ്റ്റൻസ് ഫ്രം ദി ബ്ലഡ് കാപ്പിലറീസ് ഇൻ ടു ദി ടിഷ്യൂ സ്പേസസ് ബൈ ദി പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ. അതായത് ഇതെങ്ങനെ ഫോം ചെയ്യുന്നത്? വിച്ച് ഈസ് ഫോംഡ് ബൈ ദി പാസേജ് സബ്സ്റ്റൻസ് ഫ്രം ദി ബ്ലഡ് കാപ്പിലറീസ് ഇൻ ടു ദി ടിഷ്യൂ. അതായത് എന്താണ്? വിച്ച് ഈസ് ഫോംഡ്, ഈ നമ്മുടെ ഈ ലിംഫ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചെങ്കിൽ പാസേജ് സബ്സ്റ്റൻസ് ഫ്രം ദി ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും എവിടേക്ക് പോവും? ഇൻ ടു ദ ടിഷ്യൂ സ്പേസസ്. ഓക്കെ, അതായത് ടിഷ്യൂ സ്പേസസിലേക്ക് എങ്ങനെ പോകുന്നത്? ഇത് നമ്മുടെ ഈ ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, ലിംഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തിന്നായിട്ടുള്ള വാട്ടറി ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു മോഡിഫൈഡ് ടിഷ്യൂ ആണ് പറയുന്നത് ലിംഫ് എന്ന് പറയുന്നത്. ഇല്ല, ലിംഫിറ്റീസ് എന്ന് പറയുന്നത് എന്താ? ലിംഫ് അല്ലെ, ഫോംഡ് ബൈ ദി പാസേജ് സബ്സ്റ്റൻസ് ഫ്രം ദി ബ്ലഡ് കാപ്പിലറീസ്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മുടെ ടിഷ്യൂ സ്പേസസിൽ, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ടിഷ്യൂ സ്പേസസിലേക്ക് പോകുന്ന പാസേജ് സബ്സ്റ്റൻസിൽ നിന്നാണ് ആര് ഫോം ചെയ്യുന്നത്? ലിംഫ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തിന്റെ പ്രോസസ് ഫലമായിട്ടാണ്? ബൈ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, വിച്ച് ഈസ് ഫോംഡ് ബൈ ദി പാസേജ് സബ്സ്റ്റൻസസ്. ലിംഫ് എവിടുന്ന ഫോം ചെയ്യുന്നത്? പാസേജ് സബ്സ്റ്റൻസ് എന്നാണ്. ഫ്രം ദി ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ടിഷ്യൂ സ്പേസസിലേക്ക് ഡിഫ്യൂഷൻ വഴി കടന്നു പോകുന്ന പാസേജ് സബ്സ്റ്റൻസിൽ നിന്നാണ് ആര് ഫോം ചെയ്യുന്നത്? ലിംഫ് ഫോം ചെയ്യുന്നത്. അത്രയും ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലിംഫ്. ഈ ചാപ്റ്റർ വലിയ സുഖമുള്ള ഇഷ്ടമില്ല തോന്നുന്നു അല്ലെ? ഓക്കെ, ആരും ഒരു റിപ്ലൈ ഇല്ല. ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിന്നായിട്ടുള്ള കനം കുറഞ്ഞ ഒരു എന്താണ്? വാട്ടറി, വെള്ളം പോലത്തെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലിയർ ആയിട്ടുള്ള മോഡിഫൈഡ് ടിഷ്യൂ ആണ് ലിംഫ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് മോഡിഫൈഡ്. ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാല് പാസേജ് സബ്സ്റ്റൻസിൽ നിന്നാണ്. പാസേജ് എന്ന് പറഞ്ഞാൽ എന്താ? കടന്നു പോകുന്ന സബ്സ്റ്റൻസ് അല്ലെ? എവിടേക്ക്? ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ടിഷ്യൂ സ്പേസിലേക്ക്, ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ടിഷ്യൂ സ്പേസസിലേക്ക് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ് വഴി കടന്നു പോകുന്ന പാസേജ് സബ്സ്റ്റൻസ് നിന്നാണ് ആര് ഫോം ചെയ്യുന്നത്? ലിംഫ് ഫോം ചെയ്യുന്നത്. അത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നാൻ എന്താ? ലൂസ് ആയിട്ടുള്ള, കട്ടി കുറഞ്ഞത് അല്ലെ? വെള്ളം പോലത്തെ ക്ലിയർ ആയിട്ടുള്ള മോഡിഫൈഡ് ടിഷ്യൂ ആണ്. ഇത് എവിടുന്ന ഫോം ചെയ്യുന്നത് വെച്ചാൽ വിച്ച് ഈസ് ഫോംഡ് ബൈ ദി. ഇത് എവിടുന്ന ഫോം ചെയ്യുന്നത് വെച്ചാൽ പാസേജ് സബ്സ്റ്റൻസിൽ നിന്നാണ്. പാസേജ് സബ്സ്റ്റൻസ് എങ്ങോട്ട് പോകുന്നത്? ഫ്രം ദ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ടിഷ്യൂ സ്പേസസിലേക്ക് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ് വഴി പോകുന്ന പാസേജ് സബ്സ്റ്റൻസിൽ നിന്നാണ് ലിംഫ് ഫോം ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. വാട്ടർ 94% വാട്ടർ തന്നെ വരുന്നത്. സോളിഡ്സ് വരുന്നത് 6% ആണ്. ഈ സോളിഡ്സ് 6%ൽ ഏതൊക്കെ സോളിഡ്സ് ഉണ്ടാവും എന്നാ പറയുന്നത്? പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, ഫാറ്റ്സ് ഉണ്ടായിരിക്കും, കാർബോഹൈഡ്രേറ്റ്സ്, യൂറിയ, നോൺ നൈട്രോജീനസ് സബ്സ്റ്റൻസ്, ക്രിയാറ്റിനിൻ, അതർ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? 6% സോളിഡ് സബ്സ്റ്റൻസിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ലിംഫ് ഈസ് സിമിലാർ ടു ബ്ലഡ് പ്ലാസ്മ. ലിംഫിന്റെയും ബ്ലഡ് പ്ലാസ്മയുടെയും കോമ്പോസിഷൻസ് ഏകദേശം എന്താണ്? സിമിലാർ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ബ്ലഡ് പ്ലാസ്മയുടെയും ലിംഫിന്റെയും കോമ്പോസിഷൻ, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഒരുപോലെയാണ്. ബട്ട് കോൺസെൻട്രേഷൻ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, അതിലുള്ള സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അളവുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ലിംഫിലുള്ളതും ബ്ലഡ് പ്ലാസ്മയിലുള്ള കോമ്പോസിഷൻസ് എന്തിനായിരിക്കും? സിമിലർ ആണായിരിക്കും. അതിന് സാമ്യമുണ്ട് അല്ലെ? പക്ഷെങ്കിൽ എന്തുണ്ടായിരിക്കും? അതിന്റെ അളവ്, അതിൽ ഉള്ള കോമ്പോസിഷൻസിന്റെ ഒക്കെ അളവുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസമായിരിക്കും. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. ദ ലിംഫ് കണ്ടെയ്ൻ ലിംഫോസൈറ്റ്സ്. ലിംഫിൽ എന്തുണ്ടായിരിക്കും? ലിംഫോസൈറ്റ്സ് ഉണ്ടായിരിക്കും. ബട്ട് RBCs ആൻഡ് ത്രോംബോസൈറ്റ്സ് ആർ ആബ്സെന്റ്. ഓക്കെ, ലിംഫിൽ ലിംഫോസൈറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷെങ്കിൽ RBCയും ത്രോംബോസൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് അല്ലാത്ത അവസ്ഥ അല്ലെ? അസാന്നിധ്യം എന്ന് പറയും നമ്മൾ.
ഇത് ലിംഫ് കണ്ടെയ്ൻ, ലിംഫിൽ എന്തുണ്ട്, ലിംഫോസൈറ്റ്സ് ഉണ്ട്, പക്ഷെങ്കിൽ RBCയും ത്രോംബോസൈറ്റ്സ് ഒന്നും ലിംഫിലില്ല. പിന്നെ ലിംഫിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ലിംഫ് ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് ലിംഫോസൈറ്റ്സ്. ലിംഫ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? Lymph help to transport lymphocytes and extra-intestinal fluid from lymph gland into circulation. ലിംഫ് ഗ്ലാൻഡിൽ നിന്നും, അതാണ് പറയുന്നത്. ലിംഫ് എന്ത് വേണ്ടി സഹായിക്കുന്നുണ്ട്? ട്രാൻസ്പോർട്ട് ലിംഫോസൈറ്റ്സിനെയും എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ ഫ്ലൂയിഡിന്റെയും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എവിടെ നിന്നും? ലിംഫ് ഗ്ലാൻഡിൽ നിന്നും സർക്കുലേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്? ലിംഫോസൈറ്റ്സിനെയും എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ ഫ്ലൂയിഡിനെയും ലിംഫ് ഗ്ലാൻഡിൽ നിന്നും ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ലിംഫ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ ആണോ? ലിംഫോസൈറ്റ്സിനെയും എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ ഫ്ലൂയിഡിനെയും ലിംഫ് ഗ്ലാൻഡിൽ നിന്നും ലിംഫ് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? സർക്കുലേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ ഫസ്റ്റത്തെ പോയിന്റ്? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ്, ടു റിട്ടേൺ ഫ്ലൂയിഡ് ആൻഡ് പ്രോട്ടീൻ ഫ്രം ടിഷ്യൂ ടു ബ്ലഡ് സർക്കുലേഷൻ. റിട്ടേൺ ഫ്ലൂയിഡ് ആൻഡ് പ്രോട്ടീൻ ഫ്രം ടിഷ്യൂലുള്ള റിട്ടേൺ ഫ്ലൂയിഡിനെയും പ്രോട്ടീൻസിനെയും എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ടിഷ്യൂലുള്ള പ്രോട്ടീൻസിനെയും റിട്ടേൺ ഫ്ലൂയിഡിനെയും എവിടേക്ക് എത്തിക്കുന്നുണ്ട്? ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ടു സപ്ലൈ ന്യൂട്രിയൻസ് ടു. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ടു സപ്ലൈ ന്യൂട്രിയൻസ് ടു സച്ച് പാർട്ട് ഓഫ് ദി ബോഡി വെർ ബ്ലഡ് ഡസ് നോട്ട് റീച്ച്. ചില ഭാഗങ്ങളിലേക്ക് എന്തെത്തുന്നില്ല? ബ്ലഡ് എത്തുന്നില്ല അല്ലെ? ആ ബ്ലഡ് എത്താത്ത ഭാഗങ്ങളിലേക്ക് ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ലിംഫാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്? ടു സപ്ലൈ ന്യൂട്രിയൻസ് ടു സച്ച് പാർട്ട് ഓഫ് ദി ബോഡി വേർ ബ്ലഡ് ഡസ് നോട്ട് റീച്ച്. ചില ഭാഗങ്ങളിൽ എന്തെത്തുന്നില്ല? ബ്ലഡ് എത്താത്ത ചില ശരീരത്തിന്റെ വിവിധ ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ലിംഫാണ്. നാലാമത്തെ പോയിന്റ് നോക്കിയേ, ലിംഫ് ഹെൽപ്സ് ടു ക്യാരി എമൾസിഫൈഡ് ഫാറ്റ്. ഓക്കെ, ലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ടു ക്യാരി എമൾസിഫൈഡ് ഫാറ്റിനെ ഇൻഡസ്റ്റൈനിൽ നിന്നും സർക്കുലേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ലിംഫ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ക്യാരി എമൾസിഫൈഡ് ഫാറ്റിനെ ഇൻഡസ്റ്റൈനിൽ നിന്നും സർക്കുലേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഫങ്ഷൻസ് ഓഫ് ലിംഫ് നോഡിന്റെ ഫങ്ഷൻസ് നോക്കാം. എല്ലാവർക്കും ഒരു ഉഷാറില്ലല്ലോ. നോക്കാം. ലിംഫ് നോഡ് ഹെൽപ്സ് ഇൻ ഫിൽട്രേഷൻ ഓഫ്. ലിംഫ് നോഡ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഫിൽട്രേഷൻ ഓഫ് ലിംഫ് ആൻഡ് റിമൂവ്സ് മൈക്രോബ്സ് ദെയർ ടോക്സിൻസ് ഫോറിൻ ബോഡീസ്. അതായത് ലിംഫ് നോഡ് ഫിൽട്രേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ആരൊക്കെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ലിംഫ് നോഡ്? ലിംഫിനെയും പിന്നെന്താണ്? മൈക്രോബ്സിനെയും. അതെന്തെങ്കിലും മൈക്രോബ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മൈക്രോബ്സിന്റെ ടോക്സിൻസിനെയും പിന്നെന്താണ്? ഫോറിൻ ബോഡീസിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? ലിംഫ് നോഡ് സഹായിക്കുന്നുണ്ട്. ലിംഫ് നോഡ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? ഫിൽട്രേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ? ആരൊക്കെ ഫിൽട്ടർ ചെയ്യുന്നത്? ലിംഫിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? മൈക്രോബ്സിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. മൈക്രോബ്സിനെയും അതിന്റെ ടോക്സിൻസിനെയും ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോറിൻ ബോഡീസിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? ലിംഫ് നോഡ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ലിംഫ് നോഡ് പ്രൊഡ്യൂസസ് ആൻഡ് സപ്ലൈ ലിംഫോസൈറ്റ്സ് ടു ബ്ലഡ്. ലിംഫ് നോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടാ നിർമ്മിക്കുക അല്ലെ? ലിംഫ് നോഡ് പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈ ലിംഫോസൈറ്റ്സിനെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് വിതരണം ചെയ്യുന്നത്? ബ്ലഡിലേക്ക്. ഓക്കെ, ലിംഫ് നോഡ് പ്രൊഡ്യൂസസ് നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്, ആൻഡ് സപ്ലൈ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരെ? ലിംഫോസൈറ്റ്സിനെ ടു ബ്ലഡിലേക്ക്. നമ്മുടെ ലിംഫ് നോഡ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ലിംഫ് നോഡ് ലിംഫോസൈറ്റ്സിനെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ബ്ലഡിലേക്ക് അതിനെ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ?
ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ലിംഫ് നോഡ് പ്രൊഡ്യൂസസ് ഗാമ ഗ്ലോബുലിൻ. ഗാമ ഗ്ലോബുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആര്? ലിംഫ് നോഡ് അല്ലെ. വിച്ച് ഹെൽപ്സ് ഇൻ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഓഫ് ദി ബോഡി. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ. അതാണ് പറയുന്നത് ലിംഫ് നോഡ് പ്രൊഡ്യൂസസ് ഗാമ ഗ്ലോബുലിൻ. ലിംഫ് നോഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗാമ ഗ്ലോബുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗാമ ഗ്ലോബുലിൻ നമ്മുടെ ബോഡീനെ എന്തിനു വേണ്ടിയിട്ട് രക്ഷിക്കണത്? ഗാമ ഗ്ലോബുലിൻ വിച്ച് ഹെൽപ്സ് ഇൻ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഓഫ് ദി ബോഡി. അതായത് ഈ ഗാമ ഗ്ലോബുലിൻ, അതായത് ലിംഫ് നോഡ് ഗാമ ഗ്ലോബുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗാമ ഗ്ലോബുലിൻ നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്തേ മനസ്സിലായില്ല? ലിംഫ് നോഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗാമ ഗ്ലോബുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഹെൽപ്സ് ഇൻ, ഇത് എന്തിനു വേണ്ടി? ഈ ഗാമ ഗ്ലോബുലിനെ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഓഫ് ദി ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഗാമ ഗ്ലോബുലിൻ സഹായിക്കുന്നുണ്ട്. ഈ ഗാമ ഗ്ലോബുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലിംഫ് നോഡാണ്. ക്ലിയർ അല്ലേ ആ പോയിന്റ്? നാലാമത്തെ പോയിന്റ് നോക്കിയേ. ലിംഫ് നോഡ് പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽ. ക്യാൻസർ സെല്ല്, നമ്മുടെ ക്യാൻസർ സെൽസ് സ്പ്രെഡ് ആവുന്നത്, പരക്കുന്നത്, വ്യാപിക്കുന്നത് ആര് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്? ലിംഫ് നോഡ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ സെൽസ് സ്പ്രെഡ് ആവുന്നത്, പരക്കുന്നത് അല്ലെങ്കിൽ വ്യാപിക്കുന്നത് ആര് തടയുന്നുണ്ട്? ലിംഫ് നോഡ് തടയുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ. ലിംഫ് നോഡ് ആക്ട് ആസ് എ മെക്കാനിക്കൽ ഫിൽറ്റർ. ലിംഫ് നോഡ് ആരായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ടു റെസിസ്റ്റ് ദി എൻട്രൻസ് ഓഫ് പോയിസണസ് സബ്സ്റ്റൻസ് ഇൻ ടു ദി സർക്കുലേഷൻ. അതായത് നമ്മുടെ ബോഡി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർക്കുലേഷൻ നടക്കുന്നുണ്ട് അല്ലെ, ബ്ലഡ് സർക്കുലേഷൻ. അതായത് ബ്ലഡ് സർക്കുലേഷനിലേക്ക് യാതൊരു തരത്തിലുള്ള പോയിസണസ് സബ്സ്റ്റൻസും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ ആയിട്ട് ഈ പോയിസണസ് സബ്സ്റ്റൻസിനൊക്കെ ഈ എൻട്രൻസ്, അതായത് സർക്കുലേഷന്റെ എൻട്രൻസിന്റെ ഭാഗം, എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കടന്നു വരിക അല്ലെ, ശരീരത്തിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങളിൽ മെയിൻ എൻട്രൻസിന്റെ ഭാഗങ്ങളിൽ ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ലിംഫ് നോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ മെക്കാനിക്കൽ ഫിൽറ്റർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഇത് പോയിസണസ് സബ്സ്റ്റൻസ് ഒക്കെ നമ്മുടെ സർക്കുലേഷനിലേക്ക് കടന്നു വരുന്നതിനെ റെസിസ്റ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫ് നോഡ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ലിംഫ് നോഡ് ആക്ട് ആസ് എ മെക്കാനിക്കൽ ഫിൽറ്റർ. ലിംഫ് നോഡ് എന്തുപോലെ ആക്ട് ചെയ്യുന്നുണ്ട്? മെക്കാനിക്കൽ ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു റെസിസ്റ്റ് ദി എൻട്രൻസ് ഓഫ് പോയിസണസ് സബ്സ്റ്റൻസ് ഇൻ ടു സർക്കുലേഷൻ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് പോയിസണസ് സബ്സ്റ്റൻസ് കടന്നു വരുന്നത് റെസിസ്റ്റ് ചെയ്തിട്ട് ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ പോലെ ആര് പ്രവർത്തിക്കുന്നുണ്ട്? ലിംഫ് നോഡ് പ്രവർത്തിക്കുന്നുണ്ട്. എത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി ലിംഫ് നോഡ് എന്താന്നാ പറയുന്നത്? ലിംഫ് നോഡ് എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മൾ ഇന്നലെ പിക്ചറൊക്കെ കണ്ടതായിരുന്നു അല്ലെ. സ്മോൾ, ചെറിയ ഒരു ഓവൽ അല്ലെങ്കിൽ ബീൻ ഷേപ്പുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ലിംഫ് നോഡ് എന്ന് പറയുന്നത്. പ്രസന്റ് ഇൻ കോഴ്സ് ഓഫ് ലിംഫാറ്റിക് വെസൽസ്. ലിംഫാറ്റിക് വെസൽസിൽ ഉടനീളം എന്ത് കാണപ്പെടുന്നുണ്ട്? ലിംഫ് നോഡ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അതായത് ലിംഫാറ്റിക് അതാ പറയുന്നത് ലിംഫാറ്റിക് വെസൽസിൽ ഉടനീളം എന്ത് കാണപ്പെടുന്നുണ്ട്? ലിംഫ് നോഡ് കാണപ്പെടുന്നുണ്ട്. ലിംഫ് നോഡ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ? സ്മോൾ, ചെറിയ ഒരു ഓവൽ ഷേപ്പ് ഉള്ളത് അല്ലെങ്കിൽ ബീൻ ഷേപ്പ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇത് പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ് ഇത് കാണപ്പെടുന്നത് വെച്ചാൽ ലിംഫാറ്റിക് വെസൽസിൽ ഉടനീളം നമ്മുടെ ലിംഫ് നോഡ് കാണപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിംഫ് നോഡ് ആർ യൂഷ്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഗ്രൂപ്പ്സ്. അതായത് നമ്മൾ പിക്ചറിലൊക്കെ കണ്ടു അല്ലെ, ലിംഫ് നോഡ്സ് ഒറ്റയ്ക്കാണോ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്? അല്ല. ലിംഫ് നോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രൂപ്പുകളായിട്ടാണ്. ലിംഫ് നോഡ്സ് ആർ യൂഷ്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഗ്രൂപ്പ്സ്. ലിംഫ് നോഡ് സാധാരണയായിട്ട് അവിടെ ഇവിടെയൊക്കെ വിതരണം ചെയ്ത് കിടക്കുന്നത് കൂട്ടങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ആമിന്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ നെക്കിന്റെ സൈഡിലേക്ക് ഒരൊറ്റ ലിംഫ് നോഡ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, അതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ അവിടെയൊക്കെ കാണപ്പെടുന്നത്. അതാണ് പറയുന്നത് ലിംഫ് നോഡ്സ് ആർ യൂഷ്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഗ്രൂപ്പ്സ്. ഇൻ ലിംഫ് നോഡ് നമ്മൾ സാധാരണയായിട്ട് വിതരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കപ്പെടുന്നത് എന്തുപോലെയാണ്? ഗ്രൂപ്പുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ക്ലിയർ അല്ലേ?
ദേ ആർ പ്ലേസ്ഡ് സൂപ്പർഫിഷ്യലി ആൻഡ് ഓൾസോ ഡീപ്പ് ഇൻ ദ ബോഡി. നമ്മുടെ ഈ ലിംഫ് നോഡ് എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് നമ്മുടെ ബോഡിയുടെ ഉപരിതലത്തിലോ നമ്മുടെ ശരീരത്തിന്റെ ഉപരിതലത്തിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആഴത്തിലോ ആണ് കാണപ്പെടുക. ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ആഴത്തിൽ, ശരീരത്തിന്റെ ഏറ്റവും ഉള്ളിലത്തെ ഭാഗത്തിലോ അല്ലെങ്കിൽ എന്താണ് ഓൺ ദ ബോഡി എന്ന് പറയില്ലേ, നമ്മുടെ ഉപരിതലത്തിലോ, നമ്മുടെ ശരീരത്തിന്റെ ഉപരിതലത്തിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആഴ്ഭാഗങ്ങളിലോ ആണ് എന്ത് കാണപ്പെടുക, നമ്മുടെ ഈ ലിംഫ് നോഡ് കാണപ്പെടുക. അതാണ് പറയുന്നത് ദേ ആർ പ്ലേസ്ഡ് സൂപ്പർഫിഷ്യലി. സൂപ്പർഫിഷ്യലി എന്ന് പറഞ്ഞാൽ ഉപരിതലത്തില്, ആൻഡ് ഓൾസോ ഡീപ്പ് ഇൻ ദ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ താഴ്ചയുള്ള ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുക, നമ്മുടെ എന്ത് കാണപ്പെടുക, ലിംഫ് നോഡ് കാണപ്പെടുക എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ മെയിൻ ഗ്രൂപ്പ്സ് ഓഫ് ലിംഫ് ഗ്ലാൻഡ്. ലിംഫ് ഗ്ലാൻഡിന്റെ മെയിൻ ഗ്രൂപ്പ്സ് ഓഫ് ലിംഫ് ഗ്ലാൻഡ് ആർ പ്രസന്റ്. എവിടേക്കാണ് മെയിൻ ആയിട്ട് ലിംഫ് ഗ്ലാൻഡ് എവിടേക്കാണ് പ്രസന്റ് ആയിട്ടുള്ളത്, ലിംഫ് നോഡ് എവിടെയാണ് മെയിൻ ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. നെക്കിൽ കാണുന്നുണ്ട്, ആക്സിയൽ അല്ലെങ്കിൽ ആമിൽ കാണപ്പെടുന്നുണ്ട്, തൊറാക്സ് റീജിയനിൽ കാണപ്പെടുന്നുണ്ട്, അബ്ഡോമനിൽ കാണപ്പെടുന്നുണ്ട്, ലെഗ്സിലൊക്കെ എന്ത് കാണപ്പെടാം, ലിംഫ് നോഡ് കാണപ്പെടുന്നുണ്ട്. മെയിൻ ഗ്രൂപ്പ്സ് ഓഫ് ലിംഫ് ഗ്ലാൻഡ്, മെയിൻ ആയിട്ട് ലിംഫ് ഗ്ലാൻഡ് ഗ്രൂപ്പ്സ് ആയിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണെന്ന് പറയുന്നത്. ഫസ്റ്റത്തെ പോർഷൻ ഏതാണ്, ഇൻ നെക്ക്, നെക്കിൽ കാണപ്പെടുന്നുണ്ട്, ഇൻ ദ ആക്സിയൽ അല്ലെങ്കിൽ ആമിൽ കാണപ്പെടുന്നുണ്ട്, ഇൻ ദ തൊറാക്സ്, തൊറാക്സിൽ കാണപ്പെടുന്നുണ്ട്, ഇൻ ദ അബ്ഡോമനിൽ കാണപ്പെടുന്നുണ്ട്, ഇൻ ലെഗ്സിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയും സ്ക്രീൻ ആണ്. സ്ക്രീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, എന്നാലും ഒന്നും കൂടി പറയാം. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്രീൻ ഈസ് എ ഡാർക്ക് പൾപ്പിൾ കളറുള്ള ലിംഫോയിഡ് ടിഷ്യൂ ആണ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും ഇതിന്റെ കട്ടിയിലെ തിക്ക് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വെയിറ്റ് ഏകദേശം 100 ഗ്രാമോളം വരുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇതിന് ധാരാളം ഹൈലി വാസ്കുലർ എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം രക്തക്കുഴലുകൾ ഉണ്ട്. പിന്നെ ബീൻ ഷേപ്പഡ് ആണ്, പയർവിത്തിന്റെ പോലത്തെ ഷേപ്പാണ് വരുന്നത്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി ഫണ്ടസ് ഓഫ് സ്റ്റൊമക്, സ്റ്റൊമക്കിലുള്ള ഫണ്ടസിന്റെയും ഡയഫ്രത്തിന്റെയും ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത്, സ്പ്ലീൻ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ഇത്രയും ക്ലിയർ അല്ലേ സ്പ്ലീൻ എന്താന്നുള്ളത്? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് സ്പ്ലീൻ. സ്പ്ലീനിന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. സ്പ്ലീൻ ഹെൽപ്സ് ഇൻ ഫോർമേഷൻ ഓഫ് ബ്ലഡ്. സ്പ്ലീൻ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, ബ്ലഡ് ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് RBC പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പ്ലീൻ ഡ്യൂറിങ് ഫീറ്റൽ ലൈഫ്. അതായത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിന്റെ സമയം മുതൽക്ക്, ഓക്കെ, നമ്മുടെ അത്രയും ചെറിയ ഫീറ്റൽ ലൈഫ് മുതൽക്ക് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് സ്പ്ലീൻ നമ്മുടെ ബ്ലഡ് ഫോർമേഷന് മാത്രമല്ല RBC പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫീറ്റൽ ലൈഫ് മുതലേ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ സ്പ്ലീൻ ആക്ട് ആസ് എ സ്റ്റോറേജ് ഓഫ് ബ്ലഡ്. സ്പ്ലീൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു അല്ലെ, ബ്ലഡിന്റെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് പറഞ്ഞു അല്ലെ. ഫോർമേഷൻ മാത്രമല്ല, സ്പ്ലീനിൽ ബ്ലഡിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. ബ്ലഡിനെ മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത്, എറിത്രോസൈറ്റിനെയും സ്റ്റോർ ചെയ്യുന്നുണ്ട്. എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, RBC അല്ലെ. RBCയും ബ്ലഡിനെയും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, സ്പ്ലീനിലാണ്. ഇപ്പൊ നമുക്ക് ശരീരത്തിൽ നിന്ന് അത്യാവശ്യം എമർജൻസി കണ്ടീഷനിൽ ബ്ലഡ് നഷ്ടമായി കഴിഞ്ഞാൽ, അതാണ് പറയുന്നത്, ഇൻ എമർജൻസി കണ്ടീഷനിൽ സ്പ്ലീൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പ്ലീൻ ഹെൽപ്സ് ഇൻ ഡിസ്ട്രക്ഷൻ ഓഫ് മെച്യൂർഡ് എറിത്രോസൈറ്റ്. അതായത് RBC പൂർണ്ണ വളർച്ചയിൽ എത്തുമ്പോൾ ഈ RBC എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലെ. അതാണ് പറയുന്നത്, എറിത്രോസൈറ്റ്സ് എന്ത് ചെയ്യും, അതായത് നമ്മുടെ RBC പൂർണ്ണ വളർച്ചയിലെത്തിയ RBC എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റുകളാണ് ബിലിറൂബിനും അയേൺ എന്ന് പറയുന്നത്. ഈ ബിലിറൂബിനും അയേണും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള RBC ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബിലിറൂബിനും അയേണും ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലെ. ഇത് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ലിവറിലേക്ക് പാസ് ചെയ്യും. എവിടേക്ക് പാസ് ചെയ്യും, ലിവറിലേക്ക് പാസ് ചെയ്യും. ഇത്രയും ക്ലിയർ അല്ലേ? പിന്നെ സ്പ്ലീനിൽ എന്തും കൂടി ഫോം ചെയ്യുന്നത്, സ്പ്ലീൻ ഓൾസോ ഫോം ലിംഫോസൈറ്റ്സ്. സ്പ്ലീനിലെ ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. സ്പ്ലീനിലെ ലിംഫോസൈറ്റ്സ് കൂടി ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്,
foreign particles, toxins and bacteria all are trapped by spleen. സ്പ്ലീനിലേക്ക് കടന്നു വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയും, ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തില് പുറത്തുനിന്നുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടാം അല്ലെ. അപ്പൊ അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് പറയാ. ഫോറിൻ പാർട്ടിക്കിൾസോ ടോക്സിൻസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്പ്ലീൻ എന്ത് ചെയ്യും, അതിനെ പിടികൂടിയിട്ട് അതിനെ നശിപ്പിച്ച് കളയും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, സ്പ്ലീൻ ഓൾസോ പ്രൊഡ്യൂസസ് ആന്റിബോഡീസ്. സ്പ്ലീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആന്റിബോഡീസിന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഇമ്മ്യൂണിറ്റി കൂടും അല്ലെ, രോഗപ്രതിരോധ ശേഷി കൂടും. ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെയിൻ ലിംഫാറ്റിക് ഡക്റ്റ് ആണ് പറയുന്നത്. മെയിൻ ലിംഫാറ്റിക് ഡക്റ്റ് മെയിൻ ആയിട്ട് രണ്ട് ലിംഫാറ്റിക് ഡക്റ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാ, റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്. ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റിനെ നമ്മൾ തൊറാസിക് ഡക്റ്റ് എന്നാണ് പറയും. ഓക്കെ, ഈ ലിംഫാറ്റിക് ഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ലിംഫ് ഫ്രം ഹോൾ ബോഡി. ഓക്കെ, എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ലിംഫിനെ കളക്ട് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ലിംഫാറ്റിക് ഡക്റ്റും ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് ലിംഫിനെ വീണ്ടും തിരിച്ച് എവിടേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്, ബ്ലഡിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. There are two main lymphatic ducts ഉണ്ട്. മെയിൻ ആയിട്ട് രണ്ട് ലിംഫാറ്റിക് ഡക്റ്റുകൾ ഉണ്ട്. ഈ രണ്ട് ലിംഫാറ്റിക് ഡക്റ്റുകളും ലിംഫിനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ചത് എവിടേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്, ബ്ലഡിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? മെയിൻ ലിംഫാറ്റിക് ഡക്റ്റിൽ എന്താ പറയുന്നത് വെച്ചാല്, നമ്മൾ എന്താ പറഞ്ഞ, രണ്ട് ലിംഫാറ്റിക് മെയിൻ ആയിട്ട് രണ്ട് ലിംഫാറ്റിക് ഡക്റ്റ് ഉണ്ട് അല്ലെ. ഏതൊക്കെ വരുന്നത്, റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും ഉണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും ഉണ്ട്. ഇത് നമ്മളെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലിംഫിനെ കളക്ട് ചെയ്തിട്ട് എവിടേക്ക് വീണ്ടും തിരിച്ചിട്ട്, റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും തിരിച്ചെത്തിക്കുക അല്ലെ. എവിടേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്, ബ്ലഡിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതില് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ലിംഫാറ്റിക് ഡക്റ്റുകൾ രണ്ടെണ്ണം എന്നിട്ട് പറഞ്ഞു അല്ലെ. റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റും വരുന്നുണ്ട്. റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്ന് എന്താ നോക്കാം. റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്താ ചെയ്യുന്നത്, ഇറ്റ് റിസീവ് ലിംഫ് ഫ്രം റൈറ്റ് ജഗുലാർ ട്രങ്ക്. ഓക്കെ, അതായത് ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എവിടെ നിന്നാണ് ലിംഫിനെ സ്വീകരിക്കുന്നത്, ഇറ്റ് റിസീവ്സ് ലിംഫ് ഫ്രം റൈറ്റ് ജഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ സ്വീകരിച്ചിട്ട് ഈ ലിംഫിനെ എവിടേക്കൊക്കെ എത്തിക്കുന്നത്, റൈറ്റ് സൈഡ് ഓഫ് ഹെഡിന്റെ റൈറ്റ് സൈഡിലേക്കും നെക്കിലേക്കും റൈറ്റ് ആമിലേക്കൊക്കെ ആരേനെ എത്തിക്കുന്നുണ്ട്, ലിംഫിനെ എത്തിക്കുന്നുണ്ട്. അതായത് ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്താ ചെയ്യുന്നത്, ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് നമ്മളെ ജുഗുലാർ ട്രങ്കിൽ നിന്നും, റൈറ്റ് ജുഗുലാർ ട്രങ്കിൽ നിന്നും ലിംഫിനെ സ്വീകരിച്ചിട്ട് ഇത് നമ്മുടെ ഹെഡിന്റെ റൈറ്റ് സൈഡിലേക്കും നെക്കിലേക്കും റൈറ്റ് ആമിലേക്കും ഒക്കെ എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആരേനായിട്ട്, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള റൈറ്റ് സബ്ക്ലേവിയൻ വെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആരേനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള റൈറ്റ് സബ്ക്ലേവിയൻ വെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റ് അഥവാ തൊറാസിക് ഡക്റ്റ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എ മെയിൻ കളക്ടിങ് ഡക്റ്റ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള മെയിൻ ആയിട്ടുള്ള കളക്ടിങ് ഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത്. ലിംഫാറ്റിക് ഡക്റ്റിലുള്ള മെയിൻ ആയിട്ടുള്ള കളക്ടിങ് ഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത്. വിച്ച് റിസീവ് ലിംഫ് ഫ്രം, ഈ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എവിടെ നിന്നൊക്കെയാണ് ലിംഫിനെ സ്വീകരിക്കുന്നത്, ലെഫ്റ്റ് സൈഡ് ഓഫ് ഹെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും നെക്കിൽ നിന്നും ചെസ്റ്റിൽ നിന്നും ലെഫ്റ്റ് അപ്പർ എൻഡിൽ നിന്നും എൻറ്റയർ ബോഡി ബിലോ റിബ്സിന്റെ അടിയിലുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലിംഫിനെ ആര് സ്വീകരിക്കുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിംഫിനെ സ്വീകരിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാ സ്വീകരിക്കുന്നത്, ലെഫ്റ്റ് സൈഡ് ഓഫ് ഹെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും നെക്കിൽ നിന്നും ചെസ്റ്റിൽ നിന്നും ലെഫ്റ്റ് അപ്പർ എൻഡിൽ നിന്നും എൻറ്റയർ ബോഡി ബിലോ റിബ്സിന്റെ അടിയിലുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്തിനെ സ്വീകരിക്കുന്നുണ്ട്, ലിംഫിനെ ആര് സ്വീകരിക്കുന്നുണ്ട്, ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റ് സ്വീകരിക്കുന്നുണ്ട്. This duct communicates with the left subclavian vein of circulatory system. അതായത് ഈ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റ് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്,
നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഫങ്ഷൻസ് ആണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഫങ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം നോക്കാം. The lymphatic system acts as a intermediate transport. Lymphatic system എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? Intermediate transport system between blood vascular system and cells. അതായത് lymphatic system എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? Act as intermediate transport system ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എവിടെ? ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ആൻഡ് സെൽസിന്റെയും ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ലിംഫാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നും കൂടി പറയാം. അതായത് നമ്മുടെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിന്റെയും സെൽസിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ലിംഫാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ ആണോ? അതായത് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിന്റെയും സെൽസിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട് ലിംഫാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പോയിന്റിൽ ലിംഫ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ലിംഫോസൈറ്റ്സ്. ലിംഫ് ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ് ലിംഫ് ഗ്ലാൻഡ് ഉള്ളത് അല്ലെ. ഈ ലിംഫ് ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിംഫോസൈറ്റ്സ്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. മൂന്നാമത്തെ നോക്കാം. ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂസ് ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദി സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ. ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂ. അതായത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നുണ്ട്. എവിടേക്ക്? ടിഷ്യൂസിലേക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദി സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ. അതായത് റിമൂവ് ചെയ്യാന്ന് എന്താ? ഒഴിവാക്കുക അല്ലെ. റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇറ്റ് റിമൂവ്സ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എവിടെ നിന്നും? സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ. എവിടെയാണോ എക്സ്ക്രീഷൻ നടക്കേണ്ടത്. ഓക്കെ. അതായത് എക്സ്ക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആരും കൂടി സഹായിക്കുന്നുണ്ട്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം കൂടി സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ എക്സ്ക്രീഷൻ നടക്കുന്ന ഭാഗത്ത് നിന്ന് എന്ത് വേണം? എക്സ്ക്രീറ്റ് ചെയ്ത് പോകണ്ടേ വേസ്റ്റ് മെറ്റീരിയൽസ്. അതിനെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കൂടി സഹായിക്കുന്നുണ്ട്? ലിംഫാറ്റിക് സിസ്റ്റം കൂടി സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഇൻ അഡീഷൻ ടു ട്രാൻസ്പോർട്ടിംഗ് ന്യൂട്രിയൻസ് ടു ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂസിലേക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ടിഷ്യൂവിലേക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ്സ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദ സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ നടക്കേണ്ട സ്ഥലമുണ്ട് അല്ലെ. എക്സ്ക്രീഷൻ നടക്കേണ്ട സൈറ്റിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസിനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ലിംഫാറ്റിക് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ലിംഫോസൈറ്റ് പ്രൊട്ടക്ട് ദ ബോഡി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷനെതിരെ. ഓക്കെ. ഇൻഫെക്ഷനിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫോസൈറ്റ്സ് ചെയ്യുന്നത്. ലിംഫോസൈറ്റ്സ് പ്രൊട്ടക്ട് ദ ബോഡി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. അതായത് നമ്മുടെ ഇൻഫെക്ഷനിൽ നിന്നും നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫോസൈറ്റ്സ് ചെയ്യുന്നത്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ. ഇറ്റ് അബ്സോർബ്സ് ഫാറ്റ് ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതായത് ഇറ്റ് അബ്സോർബ്സ് ഫാറ്റ് ഫ്രം ദി ഡൈജസ്റ്റഡ് ഫുഡ്. അതായത് നമ്മുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നും? സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും ഫാറ്റിനെ അബ്സോർബ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. ലിംഫാറ്റിക് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഇറ്റ് അബ്സോർബ് ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നും? ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും. ഈ ഡൈജസ്റ്റഡ് ഫുഡ് എവിടെയുള്ളത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ എന്ത് ചെയ്യും? ഈ ലിംഫാറ്റിക് സിസ്റ്റം സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും ഫാറ്റിനെ അബ്സോർബ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്.
ഇനി 6ാമത്തെ പോയിന്റ് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റം ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസ് ടു കൗണ്ടർ ദി ഇൻഫെക്ഷൻ. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തുണ്ട്? ധാരാളം ആന്റിബോഡീസ് ഉണ്ട്. എന്തിനെങ്ങനെ ആന്റിബോഡീസ് ഉള്ളത്? ടു കൗണ്ടർ ദി ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇൻഫെക്ഷനെതിരെ എതിർക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആന്റിബോഡീസ് എവിടെ ഉണ്ട്? ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ആരാ പറയാ മെയിൻ ലിംഫാറ്റിക് ഡക്ട്? ഒരാൾ പറഞ്ഞേ മെയിൻ ലിംഫാറ്റിക് ഡക്ട്. മെയിൻ ലിംഫാറ്റിക് ഡക്ട് മെയിൻ ലിംഫാറ്റിക് ഡക്ട് ആരാ പറയാ? സ്റ്റാർട്ടിങ് തൊട്ടാണോ? മെയിൻ ലിംഫാറ്റിക് ഡക്ട് നമ്മളെ ഈ ലാസ്റ്റ് ഇന്ന് എടുത്തതില്ലേ, സ്പ്ലീൻ കഴിഞ്ഞിട്ടുള്ളത് മെയിൻ ലിംഫാറ്റിക് ഡക്ട്. ആ സ്റ്റാർട്ടിങ് മുതൽ മെയിൻ ലിംഫാറ്റിക് ഡക്ട്. ആരില്ലേ പറയാൻ? മെയിൻ ലിംഫാറ്റിക് ഡക്ട്. അത് സ്പ്ലെയിൻ കഴിഞ്ഞിട്ടാണ്. ആ സ്പ്ലീൻ കഴിഞ്ഞിട്ട് വരുന്നത് മെയിൻ ലിംഫാറ്റിക് ഡക്ട്. അതൊന്ന് കാണിച്ചു. നോട്ട്സ് ആ നോട്ട് ഒന്ന് ക്ലിയർ ആക്കി. ചെയ്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. Okay, cut. There are two main lymphatic ducts which collect lymph from the whole body and return into the blood. ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ലിംഫിനെ കളക്ട് ചെയ്ത് from whole body and return the blood. കളക്ട് ചെയ്ത് എല്ലാ ഭാഗത്തു നിന്നും return the blood. ബ്ലഡിലേക്ക് വീണ്ടും അത് തിരിച്ച് എത്തിക്കുന്നു. First one, right lymphatic duct. It receives lymph from the right jugular trunk, which drains the right side of the head, neck and right arm. ഇത് റൈറ്റ് ലിംഫാറ്റിക് ഡക്ട് റൈറ്റ് ജഗുലറിൽ നിന്ന് ലിംഫിനെ കളക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള ഹെഡ്, നെക്ക് ആൻഡ് റൈറ്റ് ആം എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുന്നു. ദിസ് ഡക്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റൈറ്റ് സെബാക്ലിവിൻ വെയിൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഈ ഡക്ട് സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള റൈറ്റ് സെബാക്ലേനിയൻ വെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് അല്ലെങ്കിൽ thoracic duct. It is the main collecting duct of lymphatic system which receive lymph from the left side of the head, neck, chest, left upper end and entire body below the ribs. ഇത് ഇറ്റ് ഈസ് ദ മെയിൻ കളക്ടിങ് ഡക്ട് ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മെയിൻ കളക്ടിങ് ഡക്ട് ആണ് ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട്. ഇത് വിച്ച് റിസീവ് ലിംഫ്, ഇത് ലിംഫിനെ കളക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഹെഡ്, നെക്ക്, ചെസ്റ്റ്, ലെഫ്റ്റ് അപ്പർ എൻഡിൽ നിന്നും ആൻഡ് എൻറ്റയർ ബോഡി ബിലോ റിബ്സിന്റെ അടിയിലുള്ള എൻറ്റയർ ബോഡിയിൽ നിന്നും എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഡക്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ലെഫ്റ്റ് സബാക്ലേനിയൻ വെയിൻ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ലെഫ്റ്റ് സബാക്ലേനിയൻ വെയിനുമായിട്ട് ഇത് ഈ ലെഫ്റ്റ് ലിംഫാറ്റിക് ഡക്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫങ്ഷൻസ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. The lymphatic system acts as an intermediate transport system between the blood vascular system and cells. ഇത് ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിന്റെയും സെൽസിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലിംഫ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ലിംഫോസൈറ്റ്സ്. ലിംഫ് ഗ്ലാൻഡ് ലിംഫോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. In addition to transporting nutrients to tissue, ഇത് ടിഷ്യൂസിലേക്ക് ന്യൂട്രിയൻസിനെ എത്തിക്കുന്നു. ഇറ്റ് റിമൂവ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ സൈറ്റ് ഓഫ് ദെയർ എക്സ്ക്രിയേഷൻ. എന്നിട്ട് വേസ്റ്റ് മെറ്റീരിയൽസിനെ കളക്ട് ചെയ്തിട്ട് അതിന്റെ എക്സ്ക്രിയേഷൻ സൈഡിലേക്ക് എത്തിക്കുന്നു. ലിംഫോസൈറ്റ്സ് പ്രൊട്ടക്ട് ദ ബോഡി അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻ.
ഇൻഫെക്ഷൻസ്. ഇത് ലിംഫോസൈറ്റ്സ് ഇൻഫെക്ഷൻസിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇറ്റ് അബ്സോർബ്ഡ് ഫാറ്റ് ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഇത് ഇറ്റ് അബ്സോർബ് ഫാറ്റ് ഫ്രം ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ഇത് ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ലിംഫാറ്റിക് സിസ്റ്റം ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസ് ടു കൗണ്ടർ ദ ഇൻഫെക്ഷൻസ്. ഇത് ഇൻഫെക്ഷൻസിൽ നിന്നും ലിംഫാറ്റിക് സിസ്റ്റം ധാരാളം ആന്റിബോഡീസ് ഉണ്ട്, അതുകൊണ്ട് അത് നമ്മളെ ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതേ ലിംഫ് എന്താന്ന് ചോദിക്കും. ലിംഫ് ഓക്കെ, ലിംഫ് എന്താന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസും ഇപ്പൊ ലിംഫിനോട് എന്താന്ന് ചോദിക്കാം, ലിംഫ് ചോദിക്കാം, ലിംഫിനോട് എന്താന്ന് ചോദിക്കാം. ഫങ്ഷൻസ് ഒന്നും ചോദിക്കില്ല കേട്ടാ. ലിംഫ് എന്താന്ന് ചോദിക്കും, ലിംഫിനോട് എന്താന്ന് ചോദിക്കും. പിന്നെ സ്പ്ലീന് ചോദിക്കും. ഓക്കെ, സ്പ്ലീൻ എന്താന്നുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് ചോദിക്കുള്ളൂ ഈ ചാപ്റ്ററിന് കേട്ടോ. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല. ഓക്കെ, ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല. ഇതൊന്നും ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ലിംഫ് എന്താ ചോദിക്കും, ലിംഫിനോട് എന്താ ചോദിക്കും, സ്പ്ലീൻ എന്താന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ 3 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത ചാപ്റ്റർ നോട്ട് എഴുതിണ്ടായ എഴുതിയിട്ടുണ്ട്. മിസ് ഇനി എത്ര ചാപ്റ്റർ കൂടെ ഉണ്ട് നമുക്ക് പഠിക്കാന്? ഇനി ഒരു 4 എണ്ണം കൂടിക്കല്ലേ ഉണ്ടാവുള്ളൂ. 4 എണ്ണം കൂടിക്കുണ്ടാവും. എന്നിട്ട് നമുക്ക് പോകാം. ഇനി ഇത് ഉൾപ്പെടെ ഒരു 4 ചാപ്റ്ററും ഇത് ഉൾപ്പെടെ ഒരു 5 ചാപ്റ്റർ, 15 ചാപ്റ്റർ ആണ് ടോട്ടൽ വരുന്നത് കേട്ടോ. 10 ചാപ്റ്റർ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഏകദേശം നമ്മുടെ ഏതൊക്കെ കഴിഞ്ഞു? സെല്ല, ഒന്ന് ടിഷ്യൂ, ബ്ലഡ്, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം. സ്കെലിറ്റൺ ഒക്കെ കഴിഞ്ഞല്ലേ നമ്മുടെ. അപ്പൊ അങ്ങനെ 10 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 ചാപ്റ്ററും കൂടി ഉണ്ടാവും. ഓക്കെ, എങ്ങനെയുണ്ട് അനാട്ടമി പഠിക്കാൻ? എങ്ങനെയുണ്ട്? എന്താ ആരും ഒന്നും പറയാത്തത്? അനാട്ടമി പഠിക്കാൻ എങ്ങനെയുണ്ട്? പാടാണോ? നമ്മളെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല? ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ. പിന്നെ നമ്മുടെ റിവിഷനും കൂടി കഴിയുമ്പോൾ ഒന്ന് ക്ലിയർ ആവും, സെറ്റ് ആവും. ഓക്കെ, ഈ ചാപ്റ്റർ എങ്ങനെയാണ്, അല്ല നമ്മുടെ ഈ സബ്ജക്ട് എങ്ങനെയാണ്? ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എടുക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഞാനിപ്പോ 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഇമ്പോർട്ടൻസ് മാത്രം നിങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ മതി കേട്ടാ. എല്ലാതും കാണാപ്പാഠം പഠിക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അറിയാലോ, നമ്മൾ ഡെയിലി ഇരുന്ന ക്വസ്റ്റ്യൻസിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക കേട്ടാ. ഓക്കെ,
എന്തൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിൽ വിവിധതരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ. ഹോർമോണുകൾ, ഓരോ ഗ്ലാൻഡുകൾ ഓരോ പ്രത്യേക തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അതിനെ കുറിച്ചിട്ട് ഹോർമോണുകൾ മാത്രമല്ല, ഹോർമോണുകളെയും എൻസൈംസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളതിൽ പറയുന്നുണ്ട്. ഏതൊക്കെ ഗ്ലാൻഡ് ഏതൊക്കെ ഹോർമോണിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാ നോക്കാം. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ? ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണ്. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാളി അല്ലെങ്കിൽ നാഡി അല്ലെങ്കിൽ നമ്മൾ ധമനി എന്നൊക്കെ പറയില്ലേ. ധമനി, ധമനി അല്ലെങ്കിൽ നാളി അല്ലെങ്കിൽ നാഡി എന്നൊക്കെ പറയും. ധമനി എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതാണ് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണ്. അതായത് ധമനികൾ ഇല്ലാത്ത, ഡക്റ്റുകൾ ഇല്ലാത്ത ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലൊന്നും എന്തില്ല? ധമനികളില്ല, ഡക്റ്റുകളില്ല. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്ലാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് സെക്രീറ്റ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി ഇൻ ടു ദി ബ്ലഡ് സർക്കുലേഷനിലേക്ക് നേരിട്ടിട്ട് എന്താ ചെയ്യുന്നത്? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. കണ്ടോ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കണ്ടോ ഏതൊക്കെയാണുള്ളത്? പൈനിയൽ ഗ്ലാൻഡ് വരുന്നുണ്ട്, പിറ്റ്യൂട്ടറി പിക്ചറിൽ കണ്ടോ നിങ്ങൾ? പൈനിയൽ ഗ്ലാൻഡ് വരുന്നുണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, തൈമസ് ഗ്ലാൻഡ് വരുന്നുണ്ട്, അഡ്രീനൽ ഗ്ലാൻഡ് വരുന്നുണ്ട്, പാൻക്രിയാസ് വരുന്നുണ്ട്, ഓവറി വരുന്നുണ്ട്, ടെസ്റ്റിസ് വരുന്നുണ്ട് അല്ലെ. ഓവറി വരുന്നുണ്ട്, ടെസ്റ്റിസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്ത തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലൊന്നും ഈ ഗ്ലാൻഡിലൊന്നും, ഈ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡിലൊന്നും എന്തില്ല? ഡക്റ്റുകളില്ല. ഡക്റ്റിലസ് ഗ്ലാൻഡുകളാണ് അല്ലെ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താ? ഡക്റ്റിലസ് ഗ്ലാൻഡുകളാണ്. ഇതിലെന്തില്ല? ഡക്റ്റുകളില്ല അല്ലെ. പിന്നെന്താണ്? ഇത് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരിട്ട് എവിടേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് സർക്കുലേഷനിലേക്ക് നേരിട്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താന്ന് ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പിക്ചറിൽ കണ്ടൂല്ലേ. ഇതൊക്കെ ഈ എല്ലാ ഗ്ലാൻഡ്സും എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഏതൊക്കെ ഗ്ലാൻഡ്സ് വരും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരും, പിക്ചറിൽ കണ്ടില്ലേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരും, പൈനിയൽ ഗ്ലാൻഡ് വരും, തൈറോയിഡ് ഗ്ലാൻഡ് വരും, തൈമസ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, ഓവറി, ടെസ്റ്റിസ്. ഇതൊക്കെ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെ. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ എന്തില്ല? ഡക്റ്റുകളില്ല, അതായത് ധമനികളില്ല. ഓക്കെ, ധമനികളില്ലാത്ത ഗ്ലാൻഡുകളാണ് എന്തെന്ന് പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ത് ചെയ്യും? ഹോർമോൺസിനെ നേരിട്ട് ബ്ലഡ് സർക്കുലേഷനിലേക്ക് സെക്രീറ്റ് ചെയ്യും. അതായത് ബ്ലഡ് സർക്കുലേഷനിലേക്ക് നേരിട്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഗ്ലാൻഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് ഈ പിക്ചറിൽ കണ്ടത് തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, അഡ്രീനൽ ഗ്ലാൻഡ് വരുന്നുണ്ട്, ടെസ്റ്റിസ് വരുന്നുണ്ട്, ഓവറീസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡിൽ പറയുന്നത്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ് കണ്ടില്ലേ, ഇനി എക്സോക്രൈൻ ഗ്ലാൻഡ് നോക്കാം. ഇതൊക്കെയാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് കണ്ടോ ഏതൊക്കെ വരുന്നുണ്ട്?
ഐസ് വരുന്നുണ്ട്, മൗത്ത് വരുന്നുണ്ട്, സ്കിന്ന്, സ്റ്റൊമക്ക്, ബ്രസ്റ്റ്, ലിവർ, പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈൻ. ഇതൊക്കെയാണ് എന്ത് വരുന്നത്? എക്സോക്രൈൻ ഗ്ലാൻസ് വരുന്നത് കേട്ടാ. എക്സോക്രൈൻ ഗ്ലാൻസ് എന്താ നോക്കാം. ഈ എക്സോക്രൈൻ ഗ്ലാൻസിന് എന്തുണ്ട്? ധമനികളുണ്ട് അല്ലെ, ഡക്റ്റ് ഉണ്ട്, അതാണ് പറയുന്നത്. ഈ എക്സോക്രൈൻ ഗ്ലാൻസിന് എന്തുണ്ട്? ഡക്റ്റ് ഉണ്ട്. വിച്ച് സെക്രീറ്റ് ദ എൻസൈം അല്ലെങ്കിൽ ജ്യൂസസ്. ഇതെന്തിനാ സെക്രീറ്റ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു എൻഡോക്രൈൻ ഗ്ലാൻസ് എന്തിനാ സെക്രീറ്റ് ചെയ്യുന്നത്? ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്തിനാ സെക്രീറ്റ് ചെയ്യുന്നത്? ഹോർമോൺസിനെയാണ്. എക്സോക്രൈൻ ഗ്ലാൻസ് എന്തിനാ സെക്രീറ്റ് ചെയ്യുന്നത്? എൻസൈംസിനെ അല്ലെങ്കിൽ ജ്യൂസസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. എവിടേക്ക്? ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗൻസ്. ഓർഗൻസിന്റെ അവയവങ്ങളുടെ ഔട്ടർ സർഫസിലേക്ക് എൻസൈംസിനെയോ ജ്യൂസസിനെയോ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. എക്സോക്രൈൻ ഗ്ലാൻസിന് എന്തുണ്ട്? ഡക്റ്റ് ഉണ്ട്, അതായത് ധമനികൾ ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത്? എക്സോക്രൈൻ ഗ്ലാൻസ് എന്താ ചെയ്യുന്നത്? സെക്രീറ്റ് ദ എൻസൈം ഓർ ജ്യൂസസ്. ജ്യൂസസിനെയോ എൻസൈംസിനെയോ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗൻ. ഓരോ അവയവങ്ങളുടെയും ഔട്ടർ സർഫസിലേക്ക് എൻസൈംസിനെ അല്ലെങ്കിൽ ജ്യൂസസിനെ സെക്രീറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സോക്രൈൻ ഗ്ലാൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്? സലൈവറി ഗ്ലാൻസ് വരുന്നുണ്ട്, ലാക്രിമൽ ഗ്ലാൻസ് വരുന്നുണ്ട്. സലൈവറി ഗ്ലാൻസ് വരുന്നുണ്ട്, ലാക്രിമൽ ഗ്ലാൻസ് വരുന്നുണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? എക്സോക്രൈൻ ഗ്ലാൻസിൽ വരുന്നത്. എക്സോക്രൈൻ ഗ്ലാൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എക്സോക്രൈൻ ഗ്ലാൻസിൽ എന്തുണ്ട്? ഡക്റ്റുകളുണ്ട്, ധമനികളുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? എൻസൈംസിനെയോ ജ്യൂസസിനെയോ നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിന്റെ ഔട്ടർ സർഫസിലേക്ക് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനത്തെ ഗ്ലാൻസിനെയാണ് നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സലൈവറി ഗ്ലാൻസ് വരുന്നുണ്ട്, ലാക്രിമൽ ഗ്ലാൻസ് വരുന്നുണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹോർമോൺസ് നോക്കാം. ഹോർമോൺസ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസ്. ഹോർമോൺസ് എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ആരാണിത് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഹോർമോൺസിനെ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ആർ ക്യാരിഡ് ബൈ ബ്ലഡ് സ്ട്രീം ടു അനദർ ഓർഗൻ. എന്നിട്ട് ഇത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് അതായത് ബ്ലഡ് സർക്കുലേഷനിലേക്ക് നേരിട്ട് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടു അനദർ ഓർഗൻ. എന്നിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഹോർമോൺസ് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് അനദർ ഓർഗൻ, മറ്റൊരു അവയവത്തിലേക്ക് ഇത് എത്തുകയാണ് ചെയ്യുന്നത്. ദീസ് ഹാവ് എൻ എഫക്ട് ഓൺ ദി ഓർഗൻ ഫങ്ഷൻ. ഈ ഹോർമോൺസിനൊക്കെ എന്തുണ്ട്? ഓർഗന്റെ ഫങ്ഷൻസിന് പങ്കുണ്ട്. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനായാലും ഓർഗന്റെ ഗ്രോത്തിനായാലും പിന്നെ ന്യൂട്രീഷൻ ഒക്കെ തരുന്നത് ഹോർമോൺസ് ആണ് അല്ലെ. അതാണ് പറയുന്നത്. വേർ ദീസ് ഹാവ് എൻ എഫക്ട് ഓൺ ദി ഓർഗൻ ഫങ്ഷൻ. ഇത് ഈ ഹോർമോൺസ് എന്തിന്റെയൊക്കെ കാര്യത്തിൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓർഗൻ ഫങ്ഷൻ നന്നായി വർക്ക് ആവണമെങ്കിൽ എന്ത് വേണം? ഹോർമോൺസ് വേണം. നല്ല ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഹോർമോൺസ് വേണം. നല്ല പോലെ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഹോർമോൺസ് വേണം. ഓക്കെ, അതാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹോർമോൺസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ വരുന്നുണ്ട്, ഓക്സിറ്റോസിൻ വരുന്നുണ്ട്, ഇൻസുലിൻ വരുന്നുണ്ട്, ഗ്ലൂക്കോഗോൺ ഒക്കെ വരുന്നുണ്ട്. ഹോർമോൺസ് ഒന്നുകൂടി പറയാം. ഹോർമോൺസ് നോക്കിയേ. ഹോർമോൺസ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസ്. ഹോർമോൺ എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് നേരിട്ട് ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ട് എൻഡോക്രൈൻ ഗ്ലാൻസ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അവിടെ നിന്നും ബ്ലഡ് സ്ട്രീം വഴി ഇത് എവിടേക്ക് എത്തിക്കുന്നുണ്ട്? അനദർ ഓർഗൻ, മറ്റൊരു അവയവത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. വേർ ദീസ് ഹാവ് എൻ എഫക്ട് ഓൺ ദി. ഇത് എന്തൊക്കെ കാര്യത്തിലാണ് എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, എന്തൊക്കെ കാര്യത്തിലാണ് എഫക്റ്റുകൾ? ഹോർമോൺസ് എന്തൊക്കെ കാര്യങ്ങളിലാണ് എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇത് എന്ത് കൂട്ടുന്നുണ്ട്? ഓർഗന്റെ ഫങ്ഷന്റെ എഫക്റ്റ് കൂട്ടുന്നുണ്ട്, ഗ്രോത്ത് കൂട്ടുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? ആൻഡ് ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രീഷൻ എന്താ? പോഷകം അല്ലെങ്കിൽ പോഷണം എന്നൊക്കെ പറയും. പോഷണത്തിനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ വരുന്നുണ്ട്, ഓക്സിറ്റോസിൻ വരുന്നുണ്ട്, ഇൻസുലിൻ വരുന്നുണ്ട്, ഗ്ലൂക്കോഗോൺ ഒക്കെ വരുന്നുണ്ട്. ഹോർമോൺസ് ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം.
ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു നമ്മുടെ ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഹോർമോൺസിനെ നേരിട്ട് ബ്ലഡ് സർക്കുലേഷനിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഹോർമോൺസ്, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇതിന് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ എവിടേക്ക് സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അല്ലെ. ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബ്ലഡ് സർക്കുലേഷനിലേക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു അല്ലെ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ നമ്മളെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് നേരിട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബ്ലഡ് സർക്കുലേഷനിൽ നിന്നും ഹോർമോൺസ് എവിടേക്ക് എത്തുന്നുണ്ട്? അനദർ ഓർഗൻ, മറ്റുള്ള ഓർഗനുകളിലേക്ക് എത്തുന്നുണ്ട്. വേർ ദീസ് ഹാവ് ആൻ എഫക്റ്റ്, അവിടെ വെച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്? വേർ ദീസ് ഹാവ് ആൻ എഫക്റ്റ്, മറ്റുള്ള ഓർഗനുകളിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഓർഗനിൽ എത്തിക്കഴിഞ്ഞാൽ ഓർഗന്റെ ശരിയായ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഹോർമോൺ സഹായിക്കുന്നുണ്ട്. പിന്നെ ഓർഗന്റെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് അല്ലെ, ഓരോ ഓർഗൻസിന്റെയും വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ന്യൂട്രീഷനൊക്കെ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെ ഹോർമോൺസാ പറയുന്നത്? ഗ്രോത്ത് ഹോർമോൺ വരുന്നുണ്ട്, ഓക്സിറ്റോസിൻ വരുന്നുണ്ട്, ഇൻസുലിൻ വരുന്നുണ്ട്, ഗ്ലൂക്കഗോൺ വരുന്നുണ്ട്. ഇതിലിപ്പോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താന്ന് ചോദിക്കാം, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താന്ന് ചോദിക്കാം, ഹോർമോൺ എന്താന്ന് ചോദിക്കാം അല്ലെ. ഇങ്ങനെ ഹോർമോൺ ഇപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക വെച്ചാല് ഡാഷ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? ഇപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ എക്സോക്രൈൻ ഗ്ലാൻഡിന്റെയും ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? The ductless gland which secrete hormone directly into the blood circulation are known as dash എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെ. എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? The glands having duct, ഈ ഗ്ലാൻഡിന് എന്തുണ്ട്? ഡക്റ്റ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? എൻസൈമിനും ജ്യൂസിനൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗന്റെ ഔട്ടർ, നമ്മുടെ അവയവത്തിന്റെ ഔട്ടർ സർഫസിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആർ കോൾഡ് ഡാഷ് എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെ. എക്സോക്രൈൻ ഗ്ലാൻഡ് ഹോർമോൺസ് നമ്മൾ പറഞ്ഞു. ഡാഷ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹോർമോൺസ്. അപ്പൊ അത്ര തന്നെയാണ് ഇതിൽ പഠിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ബോക്സ് നോക്കാം. ആരോ ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ് പറയാം. പറയട്ടെ മിസ്. The endocrine glands. പറഞ്ഞോളൂ. The endocrine gland, the ductless gland which secrete the hormone directly into the blood circulation and are known as endocrine gland. ഇത് ധമനികളില്ലാത്ത ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇത് ഹോർമോൺസിന് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷനിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നു. ഇതിന് എക്സാമ്പിൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പോലെ തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ്, ഓവറീസ് എക്സെട്ര. അടുത്തത് എക്സോക്രൈൻ ഗ്ലാൻഡ്. ദി ഗ്ലാൻഡ്സ് ഹാവിംഗ് ഡക്ട്സ് വിച്ച് സെക്രീറ്റ് ദി എൻസൈം ആൻഡ് ജ്യൂസസ് ഓൺ ദി ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗൻസ് ആർ കോൾഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്. ഇതിന് ധമനികൾ ഉണ്ട്. ഇത് എൻസൈംസിനെയും അതുപോലെ ജ്യൂസസിനെയും ഒക്കെ ഓർഗൻസിന്റെ ഔട്ടർ സർഫസിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിനെ ഈ ഗ്ലാൻസിനെയാണ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സലൈവറി ഗ്ലാൻസ്, ലാക്രിമൽ ഗ്ലാൻസ്, അതുപോലെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. Hormones are the chemical substance secreted by endocrine gland and are carried by bloodstream to another organ where these have an effect on the organ function, growth and nutrition. ഹോർമോൺസ് പറഞ്ഞാൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് ബ്ലഡിലേക്ക് നേരിട്ടിട്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ബ്ലഡ് സ്ട്രീം ഇതിനെ ക്യാരി ചെയ്തിട്ട് മറ്റുള്ള ഓർഗൻസിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഈ എന്താണ് ഓർഗന്റെ ഫങ്ഷനെയും അതുപോലെ ഗ്രോത്തിനെയും ന്യൂട്രീഷനെയും ഒക്കെ ഈ ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഗ്രോത്ത് ഹോർമോൺ, ഓക്സിറ്റോസിൻ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇതിലിപ്പോ നമ്മളിപ്പോ 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇതില്
എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് കോളം തിരിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതൊന്നും പഠിക്കണ്ട, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഹോർമോൺസ് എന്താ, എൻസൈംസ് എന്താന്ന് പഠിക്കുന്നുണ്ട്. അതിലിപ്പോ ഹോർമോൺസ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എൻസൈംസിനെ കുറിച്ച് പഠിക്കുക. എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാഷ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് കൺവേർട്ട് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ ഇൻ ടു സിംപ്ലർ ഫോം വിത്തൗട്ട് ഇറ്റ് സെൽഫ് ബീയിങ് ചേഞ്ച്ഡ്. ഓക്കെ, അതാണ് എൻസൈം എന്ന് പറയുന്നത്. ഡാഷ് എന്നുള്ളടത്ത് നമ്മൾ എന്താ ഫിൽ ചെയ്യേണ്ടത്, എൻസൈം ആണ്. അപ്പൊ അത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ, എൻസൈം എന്താ നോക്കുക. പിന്നെ നമ്മൾ എന്താണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താണ്, തൈറോയിഡ് ഗ്ലാൻഡ് എന്താണ്, പാരോതൈറോയിഡ് ഗ്ലാൻഡ് എന്താണെന്നൊക്കെ ഓരോ വേർഡ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ എടുത്തേല് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാ പഠിക്കുക, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നാന്ന് പഠിക്കുക, ഹോർമോൺസ് എന്താന്ന് പഠിക്കുക, പിന്നെ എൻസൈം എന്താന്ന് പഠിക്കുക. എൻസൈം എന്താന്ന് ഇപ്പൊ പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ ഈ 2-3 പേജ് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ പഠിക്കുക, അല്ലാണ്ട് ഇതെല്ലാതും കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 1 വേർഡ് ഇങ്ങനെ നോക്കിയാൽ മതി. എൻഡോക്രൈൻ ഗ്ലാൻഡ് നമ്മൾ ഈ ബോക്സ് നോക്കാം കേട്ടോ. എൻഡോക്രൈൻ ഗ്ലാൻഡ് നോക്കാം. എൻഡോക്രൈൻ ഗ്ലാൻഡിൽ എന്താ പറയുന്നത്, ദീസ് ഗ്ലാൻഡ്സ് ഡു നോട്ട് പോസസ് ഡക്ട്. ഇതിൽ എന്തില്ല, ഡക്ട് ഇല്ല അല്ലെ. ഡക്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, നാഡികളില്ല, ധമനികളില്ല എന്ന് പറയും അല്ലെ, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ എന്തില്ല, ധമനികളില്ല. ഇതെന്ത് ചെയ്യുന്നുണ്ട്, പോർ ദെയർ സെക്രീഷൻ ഡയറക്ട്ലി ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം. അതായത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് എന്താ, ഹോർമോൺസ് ആണ് അല്ലെ. ഹോർമോൺസിനെ നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് സെക്രീറ്റ് ആണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ദീസ് ഗ്ലാൻഡ്സ് ഡു നോട്ട് പോസസ് ഡക്ട്. ഓക്കെ, ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ എന്തില്ല, ഡക്റ്റുകൾ ഇല്ല. ഇതെന്താ ചെയ്യുന്നത്, ഇതിന്റെ സെക്രീഷൻ എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഏതാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഏതാണ്, ഹോർമോൺസ് ആണ് അല്ലെ. ഹോർമോൺസ് അതെന്ത്, ഹോർമോൺസിനെ നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് സെക്രീറ്റ് ആണ് ചെയ്യുന്നത്. ഹോർമോൺസിനെ നേരിട്ടിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് സെക്രീറ്റ് ആണ് ചെയ്യുന്നത്. അത് ക്ലിയർ അല്ലേ, അതിപ്പോ നമ്മൾ പറഞ്ഞത് തന്നെ ക്ലിയർ അല്ലേ അത്. അത് എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടാ. ഇനി ഇതന്നെ ഈ പോയിന്റിന് എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ കാര്യത്തിൽ എന്താ നോക്കാം. എക്സോക്രൈൻ ഗ്ലാൻഡിൽ എന്തുണ്ട്, ഡക്റ്റുകൾ ഉണ്ട്, നാഡികൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതെന്താ ചെയ്യുന്നത്, ഇതെന്താ സെക്രീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻസൈംസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ജ്യൂസസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതെന്താന്ന് സ്പെസിഫൈ ചെയ്തോടെ പറയുന്നില്ല. ത്രൂ വിച്ച് സെക്രീഷൻ ദീസ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്ന എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്താ ചെയ്യുന്നത്, സെക്രീഷൻസിനെ എവിടേക്ക് എത്തിക്കുന്നത്, ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗൻസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഔട്ടർ സർഫസിലേക്കാണ് ഇതിന്റെ സെക്രീഷൻസിനെ എത്തിക്കുന്നത്. അതായത് ഈ എക്സോക്രൈൻ ഗ്ലാൻഡ് ഇതിന്റെ സെക്രീഷൻസിനെ എവിടേക്കാണ് എത്തിക്കുന്നത് വെച്ചാല് നമ്മുടെ ഓർഗൻസിന്റെ നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിന്റെ ഔട്ടർ സർഫസിലേക്കാണ് ഇതിന്റെ എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് എത്തുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ 2ാമത്തെ പോയിന്റ് നോക്കാം. ദ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഹോർമോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹോർമോൺസ് ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ 2ാമത്തെ പോയിന്റ് ക്ലിയർ. ഓക്കെ, ഇനി എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ 2ാമത്തെ പോയിന്റ് നോക്കാം. ഇതിന്റെ സെക്രീഷൻസ് എന്താ വരുന്നത്, എക്സോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് എന്താ വരുന്നത്, എൻസൈംസും ജ്യൂസസും ആണ്. എൻസൈംസും ജ്യൂസസും ആണ്. പിന്നെ വരുന്നത് ഫങ്ഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ മെറ്റബോളിക്, ഗ്രോത്ത് ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി. ഓക്കെ, അതായത് നമ്മുടെ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്, മെറ്റബോളിക്, അതായത് എൻസൈംസ് മെറ്റബോളിസത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, ആൻഡ് ബാലൻസ് ഓഫ് ദി ബോഡി. ഓക്കെ, ബോഡിയുടെ ബാലൻസിങ്ങിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലുള്ള ഹോർമോൺസ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് എന്തിനൊക്കെ വേണ്ടി സഹായിക്കുന്നത്, മെറ്റബോളിക്, ഗ്രോത്ത് ആൻഡ് ബാലൻസ് ഓഫ് ദി ബോഡി. അതായത് മെറ്റബോളിക് പ്രോസസ്സിനും ഗ്രോത്തിനും പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സഹായിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ക്ലിയർ ആണോ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇതിനു വേണ്ടി സഹായിക്കുന്നത് മെറ്റബോളിസത്തിന് സഹായിക്കുന്നുണ്ട്, ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്, പിന്നെന്താണ് നമ്മുടെ ബോഡിയുടെ ബാലൻസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അത്രയും ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എക്സോക്രൈൻ ഗ്ലാൻസ്. എക്സോക്രൈൻ ഗ്ലാൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? റിലേറ്റഡ് ടു ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ. അബ്സോർഷനും ഡൈജഷനും വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, എക്സോക്രൈൻ ഗ്ലാൻസിൽ എന്താ ഉള്ളത്? നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡൈജഷൻ നമ്മൾ പഠിച്ചില്ലേ? ഗ്യാസ്ട്രിക് ജ്യൂസ് പഠിച്ചിട്ടുണ്ട്. ആ ഓക്കെ, അപ്പൊ ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ അതാണ് പറയാം. എക്സോക്രൈൻ ഗ്ലാൻസിൽ എന്തൊക്കെയാണ്? ഇപ്പൊ എൻസൈംസ് ആയാലും എന്ത് ഡൈജഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എക്സോക്രൈൻ ഗ്ലാൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? എക്സോക്രൈൻ ഗ്ലാൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? ഡൈജഷനും അബ്സോർഷനും ഒക്കെ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഡൈജഷന് വേണ്ടിയിട്ടും അബ്സോർഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയറാ. ഇനി എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ 4ാമത്തെ പോയിന്റ് നോക്കാം. എൻഡോക്രൈൻ ഗ്ലാൻസ് ഫോം എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്ത് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഏത് ഗ്ലാൻസ് ആണ്? എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ CNS അല്ലെ, സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. അത് ക്ലിയർ ആയില്ലേ? ക്ലിയറാ. അതായത് നമ്മൾ ഈ ആവേഗങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ന്യൂറോൺസ് CNS പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? എക്സോൺ ഒക്കെ പഠിക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? നെർവസ് സിസ്റ്റത്തിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? CNSുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഈ എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്തിനു വേണ്ടി സഹായിക്കുന്നില്ല? കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്നില്ല. They do not form a part of communication system with nervous system. നെർവസ് സിസ്റ്റത്തിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ആര് സഹായിക്കുന്നില്ല? എക്സോക്രൈൻ ഗ്ലാൻഡ് സഹായിക്കുന്നില്ല. പക്ഷെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? നെർവസ് സിസ്റ്റമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയറാ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 5ാമത്തെ പോയിന്റ്, എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ 5ാമത്തെ പോയിന്റ് നോക്കാം. സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്. ഓക്കെ, അതായത് എന്താണ് നമ്മുടെ ഈ സെക്രീഷൻ എന്ന് പറയുന്നത്? എന്താ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത്? ഹോർമോൺസ് അല്ലേ? അതാണ് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ ഹോർമോൺസ് എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്. ചില പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചിത ഓർഗൻസിനെ മാത്രം എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്. ചില നിശ്ചിത ഭാഗങ്ങളെ മാത്രം, നിശ്ചിത ഓർഗൻസിനെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡ് ഷോ ആക്ഷൻസ് ലോക്കലി. അതായത് അതിന്റെ ആക്ഷൻ എവിടെയാണോ അതിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ജ്യൂസും പിന്നെ എന്തിട്ടാണ് ഉത്പാദിപ്പിക്കുന്നത്? എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താ ഉത്പാദിപ്പിക്കുന്നത്? ജ്യൂസും ഉത്പാദിപ്പിക്കുന്നുണ്ട്, എൻസൈംസിനെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ ജ്യൂസിന്റെ ആയാലും എൻസൈംസിന്റെ ആയാലും ആക്ഷൻ എന്ന് പറയുന്നത് ലോക്കലി. ആ ഉത്പാദിപ്പിച്ച പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഇതിന്റെ ആക്ഷൻ നിലനിൽക്കുള്ളൂ കേട്ടോ. പിന്നെ അത് അങ്ങോട്ട് സ്പ്രെഡ് ആയി പോവില്ല. ഓക്കെ, പർട്ടിക്കുലർ ഓർഗൻസിലേക്ക് പോവില്ല. ഏത് ഓർഗനിലാണോ അത് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഓർഗനിൽ മാത്രം ലോക്കലി ആക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോക്കലി എന്ന് പറഞ്ഞാൽ എന്താ? അത് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്ത് മാത്രമാണ് അതിന്റെ ആക്ഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ ആക്ഷൻ എവിടെ ഉണ്ടാവുന്നത്? എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്. നിശ്ചിത ഓർഗൻസിലെ അവയവങ്ങളിൽ ഇതിന്റെ എഫക്ട് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താ? എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ കാര്യം എന്താ പറഞ്ഞത്? ഷോ ആക്ഷൻ ലോക്കലി. അതെവിടെയാണോ ഉണ്ടായേക്കണത്, അതായത് ജ്യൂസ് ആയാലും പിന്നെന്താ പറഞ്ഞത്? ജ്യൂസ് ആയാലും എൻസൈം ആയാലും ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്ത് മാത്രമാണ് അതിന്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. 5ാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് 6ാമത്തെ പോയിന്റിൽ എക്സാമ്പിൾ ആണ് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ ഒക്കെ ഏതാ വരുന്നത്? സ്വെറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ സ്കിന്നിൽ എന്തൊക്കെ വരുന്നത്? സ്വെറ്റും സെബും ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വെറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്. പിന്നെന്താണ്? സലൈവറി ഗ്ലാൻഡ്സ് വരുന്നുണ്ട് അല്ലെ. സലൈവറി ഗ്ലാൻഡ്സ് എവിടെയുള്ളത്? മൗത്തിലാണ് അല്ലെ, മൗത്തിലുണ്ട്. അപ്പൊ സലൈവറി ഗ്ലാൻഡ്സും സ്വെറ്റ് ഗ്ലാൻഡ്സ് ഒക്കെയാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, പിന്നെ എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ സ്വെറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്, സലൈവറി ഗ്ലാൻഡ് വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയറാ. ഒന്നും കൂടി പറഞ്ഞു നോക്കാം.
എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ എന്തില്ല, ഡക്റ്റ് ഇല്ല. ഇതിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹോർമോൺസ് ആണ്. ഇത് നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്കാണ് ഹോർമോൺസിനെ എത്തിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡിൽ എന്തുണ്ട്, ഡക്റ്റുകൾ ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത്, ഇതിലെ ഈ ഡക്റ്റുകൾ, ഓക്കെ, ഈ ഡക്റ്റുകൾ അല്ലെങ്കിൽ ഇതിലെ സെക്രീഷൻസ്, ഇതിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എൻസൈംസും ജ്യൂസസ് ആണ്. ഈ എൻസൈംസും ജ്യൂസസ് എവിടെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗൻസിന്റെ ഔട്ടർ സർഫസിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് ഹോർമോൺസ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് എൻസൈംസും ജ്യൂസസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മെറ്റബോളിസത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയുടെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്തിനു വേണ്ടി സഹായിക്കുന്നത് വെച്ചാൽ ഡൈജഷനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, അബ്സോർഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ പോയിന്റ് നോക്കിയേ, എൻഡോക്രൈൻ ഗ്ലാൻഡ് ഫോം എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്ത് നെർവസ് സിസ്റ്റം. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, നെർവസ് സിസ്റ്റത്തിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നില്ല, നെർവസ് സിസ്റ്റത്തിനായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്, ഒരു നിശ്ചിത ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ആയ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് എന്താണ്, ഹോർമോൺസ് ആണ് അല്ലെ. പർട്ടിക്കുലർ ഓർഗൻസിനെ മാത്രമാണ് എന്ത് എഫക്ട് ചെയ്യുന്നുള്ളൂ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ആയ ഹോർമോൺസ് എഫക്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ സെക്രീഷൻസ് ആണ്, ജ്യൂസും വരുന്നുണ്ട്, എൻസൈംസും വരുന്നുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡ്സിലുള്ള ജ്യൂസും എൻസൈംസും എവിടെ ആക്ട് ചെയ്യുന്നത്, ആക്ഷൻസ് ലോക്കലി, അതായത് അത് എവിടെയാണോ ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അതിന്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഇതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പിന്നെ എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ പറയുന്നത് സ്വെറ്റ് ഗ്ലാൻഡും സലൈവറി ഗ്ലാൻഡും ആണ്. ക്ലിയർ അല്ലേ? ക്ലിയറാ. ആരോ ഒന്ന് പറയാ കോളം. ആരുമില്ലേ പറയാൻ കോളം, എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും. പറയട്ടെ. Endocrine gland, and these glands do not possess duct and pour their secretion directly into the bloodstream. ഈ ഗ്ലാൻഡിന് എന്താണ്, ധമനികളില്ല. ഇത് നേരിട്ടിട്ട് ബ്ലഡ് സ്ട്രീമിലേക്കാണ് ഹോർമോൺസിന് സെക്രീറ്റ് ചെയ്യുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ്, ദിസ് ഗ്ലാൻഡ് പ്രോസസ് ഡക്ട് ത്രൂ വിച്ച് സെക്രീഷൻ ആർ poured on the ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗൻസ് ഓഫ് ദി ബോഡി. ഈ ഗ്ലാൻസിന് ഡക്റ്റ് ഉണ്ട്. ഇതിന്റെ സെക്രീഷൻസ് എന്താണ്, ഓർഗൻസിന്റെ ഔട്ടർ സർഫസിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, എൻഡോക്രൈൻ ഗ്ലാൻഡ്, ദ സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആർ ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷന് ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ദ സെക്രീഷൻ ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആർ എൻസൈംസ് ആൻഡ് ജ്യൂസ്. എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ എൻസൈംസ് സെക്രീഷൻസ് എൻസൈംസും അതുപോലെ ജ്യൂസസും ആണ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആർ മെറ്റബോളിക് ഗ്രോത്ത് ആൻഡ് ബാലൻസ് ഓഫ് ദി ബോഡി. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മെറ്റബോളിക് ഗ്രോത്തും അതുപോലെ ബോഡി ബാലൻസും ആണ്. ഫങ്ഷൻസ് ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആർ റിലേറ്റഡ് ടു ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എക്സോക്രൈൻ ഗ്ലാൻഡ് ഡൈജഷനും അതുപോലെ അബ്സോർപ്ഷനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഫോം എ പാർട്ട് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്ത് ദി നെർവസ് സിസ്റ്റം. എൻഡോക്രൈൻ ഗ്ലാൻഡ് നെർവസ് സിസ്റ്റത്തിന് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. എന്നാൽ എക്സോക്രൈൻ ഗ്ലാൻഡ് നെർവസ് സിസ്റ്റത്തിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല. അടുത്ത സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എഫക്ട് പർട്ടിക്കുലർ ഓർഗൻസ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷന് ഒരു നിശ്ചിത ഓർഗൻസിനെ മാത്രമേ എഫക്ട് ചെയ്യുന്നു. എന്നാൽ എക്സോക്രൈൻ ഗ്ലാൻഡ് ഷോ ആക്ഷൻ ലോക്കലി. എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അത് ഏത് ഭാഗത്താണ് സെക്രീറ്റ് ചെയ്യുന്നത് ആ ഭാഗത്ത് മാത്രമായിരിക്കും. അതിന് എൻഡോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡും ആണ്. അതുപോലെ എക്സോക്രൈൻ ഗ്ലാൻഡിന് സ്വെറ്റ് ഗ്ലാൻഡും സലൈവറി ഗ്ലാൻഡും.
ഓക്കെ. അപ്പൊ നാളേക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് പഠിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ. പിന്നെ എക്സാം ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പൊ നാളേക്ക് ഒന്നും കൂടി പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. Okay, thank you. താങ്ക് യു.